Krishna Krishna Hare 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 Rama 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 Hare Hare Jaya Gurudeva Jaya Adipavan Srila Gurudeva Prabhupada Jaya Bhaktivedanta Swami Prabhupada Gaura Nityai Jaya Gauranga Nityai Nitya Gaura Haribo Nityai Gaura Haribo Jai Om Vishnupada Prabhupada Shotra Sri Abhayacharana Arvinda Bhaktivedanta Swami Prabhupada Ki Jai Namacharya Das Thakur Ki Jai जगत गुरु श्री प्रभुपाद की जय, श्री गुरुदेव की जय, जगन्नाथ बलदेव सुब्रह्मण्य राधा माधव की जय, गुरुवायूरप्पन की जय, नरसिंहदेव भगवान की जय, लड्डू गोपाल की जय, पंचदत्त भगवान की जय, आनंद कोटि वैष्णव वृंद की जय, त्याग गौर सीतानाथ प्रेमानंदे हरि हरि बोल. ഹരേ കൃഷ്ണ. ഇന്ന് ഭഗവാന്റെ ശ്രീ പ്രഭുപാദിന്റെ ശ്രീകൃഷ്ണ പരമദീപോത്തമ പുരുഷൻ എന്നുള്ള ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഗർഭസ്ഥനായ ഭഗവാൻ കൃഷ്ണന് വേണ്ടി ദേവന്മാരുടെ പ്രാർത്ഥന എന്നാണ് അതിൽ പറയുന്നത്. അതിന്റെ വിഷയം അല്ലെങ്കിൽ അതിന്റെ ഗർഭസ്ഥനായ ഭഗവാൻ കൃഷ്ണന് വേണ്ടി ദേവന്മാരുടെ പ്രാർത്ഥന. അതിനകത്ത് എല്ലാവരും ഈ ബുക്ക് വായിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ കൂടി കൃഷ്ണ ബുക്കിലെ രണ്ടാമത്തെ അധ്യായമാണ്. അപ്പോൾ ആദ്യത്തെ അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് തന്നെ മാതാജി കൃഷ്ണ ആഗമനം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. അതായത് സ്വന്തം പിതാവായ ഉഗ്രസേനെ കംസൻ തടവിലാക്കുകയും അതിലൂടെ യദുഭോജ വംശങ്ങളിലെ എല്ലാം മുഖ്യ രാജാവ് അദ്ദേഹമായിരുന്നു എങ്കിൽ പോലും വസുദേവരുടെ പിതാവായ ശൂരസേനന്റെ രാജ്യവും അദ്ദേഹം കൈയാളായിട്ട് കഴിഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞു വന്നിരുന്നത്. ഇനി പറയാൻ പോണത് എന്താ, യദുഭോജ അന്തക വംശങ്ങളുടെയും ശൂരസേന രാജ്യത്തിന്റെയും ആധിപത്യം വഹിക്കുക മാത്രമല്ല കംസൻ ചെയ്തിരുന്നത്, മറ്റു അസുര ശക്തികളായ പ്രലംബൻ, ബഗൻ, ചാണൂരൻ, തൃണാവർത്തൻ, അഖാസുരൻ, മുഷ്ടികൻ, അരിഷ്ടൻ, ദ്വിവിധൻ, പൂതന, കേശി, ധേനുകൻ എന്നിവരുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ജരാസന്ധനായിരുന്ന മഗധയിലെ രാജാവ്, അതായത് ഇന്നത്തെ ബീഹാർ സംസ്ഥാനം, അതാണല്ലോ ജരാസന്ധൻ മഗധ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നയതന്ത്ര ശക്തമായ ആ രാജ്യം കംസൻ കെട്ടിപ്പടുത്തിയിരുന്നു. അപ്പം കംസന്റെയും ശൂരസേന രാജ്യത്തിന്റെ ചുമതല വഹിച്ചിരുന്ന, ആധിപത്യം വഹിച്ചിരുന്ന മറ്റു അസുര ശക്തികളെ പറ്റിയൊക്കെയാണ് ഈ പറയുന്നത്. അതായത് പ്രലംബൻ, ബഗൻ, ചാണൂരൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ത്രിരാവർത്തൻ, അഖാസുരൻ ഇങ്ങനെയുള്ള അവരുടെ കാര്യത്തെ പറ്റിയും, പിന്നെ അരിഷ്ടൻ, ദ്വിവിധൻ, പൂതന, കേശി, ധേനുകൻ. അപ്പൊ ആസുര പ്രവർത്തികൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താ, നയതന്ത്ര വൈദഗ്ധ്യം വഴി ജരാസന്ധന്റെ സംരക്ഷണം. അപ്പൊ ഈ നയതന്ത്ര വൈദഗ്ധ്യം ആസുരിക ഭാവങ്ങളിലൂടെയാണ് ഇതെല്ലാം ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പിന്നെന്താ, ബാണാസുരൻ, ഭാമാസുരൻ തുടങ്ങിയ രാജാക്കന്മാരെ ബന്ധം സ്ഥാപിച്ച് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് സത്സംഗത്തിലൂടെ മാത്രമേ നമുക്ക് നല്ല സംഘത്തിലൂടെ ആസുരിക ഭാവം ഇല്ലാത്ത ഭക്തന്മാരുമായിട്ടുള്ള സംഘം ചെയ്താലേ നമുക്ക് ഈ ആസുരിക ഭാവം ഇല്ലാത്ത, അതാണ് നമ്മുടെ തത്വം എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ചാപ്റ്ററിലെയും ഈ ചില പ്രഭുപാദിന്റെ ഇതില് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഭാഗവതം തന്നെയാണ് ഈ കൃഷ്ണ ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഭാഗവത്തിലെ ഓരോ തത്വങ്ങളെയും അത് കഥാരൂപത്തിൽ നമ്മുടെ ശ്രീമദ് ഭാഗവത്തിലെ കാര്യവും ഭഗവത്ഗീതയിലെ കാര്യവും ഒക്കെ ഭഗവാന്റെ ഗീത, ആ ഭാഗവത് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കഴിഞ്ഞ പാസ്റ്റ് ടൈംസ്, ഭഗവാന്റെ ലീലകൾ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഥാശ്രവേണ രൂപമാണ്. അത് കഥാശ്രവേണ, അതാണ് ശ്രീമദ് ഭാഗവത്തിൽ എപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ശൃണ്വതാംസ കഥാകൃഷ്ണ പുണ്യശ്രവണ കീർത്തന. അപ്പൊ നമ്മുടെ എന്തിനാ ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഹൃദയത്തിലുള്ളിലേക്കുള്ള ആ മാലിന്യങ്ങളെയൊക്കെ കഴുകിക്കളയാനും ഹൃദയ ശുദ്ധീകരണ പ്രക്രിയക്കുമാണ് ശൃണ്വതാംസ കഥാകൃഷ്ണ പുണ്യശ്രവണ കീർത്തന. പുണ്യമായിട്ടുള്ള ഇങ്ങനെ കഥകൾ കേൾക്കുക. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കഥകളൊക്കെ നമ്മൾ ഓരോ ദിവസം തോറും ദിനംതോറും അനുനിമിഷവും എന്ന് പറഞ്ഞാൽ അനുനിമിഷം ദിവസം ഇങ്ങനെയൊക്കെ കേൾക്കുന്നതും പറയുന്നതും കൊണ്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണമെന്ന് പറയുന്നത്.
അപ്പം കൂട്ടായിട്ടുള്ള ആ സത്സംഗത്തിലൂടെ നമുക്ക് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാ പറഞ്ഞത്. മച്ചിത്ത മത്കഥാപ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അന്യോന്യം ഡിസ്കസ് ചെയ്യും. ഭഗവാന്റെ കഥകളെ പറ്റി ഡിസ്കസ് ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ അതിലൂടെ ചില പ്രഭുപാദ് പറയുന്നത് നമ്മുടെ ചിത്തത്തിലുള്ള ആ കഥകളെല്ലാം കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും കേൾക്കുകയും നിരന്തരം നിരന്തരം എന്നാ പറഞ്ഞ സതതം കീർത്തയന്തോമ എന്ന ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്. സതതം കീർത്തയന്തോമ യദന്തശ ദൃഢാവൃത സമസ്യന്തശ മാം ഭക്തി നിത്യയുക്ത ഉപാസ. അപ്പം നിത്യവും ഈ കഥകൾ കേട്ടും എപ്പോഴും ഭഗവത് പാരായണം ചെയ്തും ഇത് ശ്രവണത്തിലൂടെയും പുണ്യ ശ്രവണങ്ങളായ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റണേ, നമുക്കുള്ള ആ ഒരു നമ്മളെ ചിത്തം ശുദ്ധീകരിക്കും. പുണ്യശ്രവണ ഹൃദയം ദശോ അഭദ്രാണി. അപ്പൊ ഹൃദയം എപ്പോഴും അഭദ്രമായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലൂടെ, നമ്മുടെ ചിന്തനത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെയൊക്കെ ഈ കലിയുഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുക അത് നല്ലതാണ് ചിന്തിച്ചത് എന്ന് വിചാരിക്കും. പക്ഷേ ഭഗവാനും ഗുരുവിനും മാത്രമേ അറിയാവുള്ളൂ നമ്മൾ എന്താണ് ചിന്തിച്ചതെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും ഒക്കെ ഉള്ളത്. അപ്പൊ അതിലൂടെ നമ്മുടെ ചിത്തശുദ്ധി വരികയും നമ്മൾ സാധ്യമായിട്ടുള്ള അതീന്ദ്രമായ ശുദ്ധ ഭക്തി സേവനത്തിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ചില പ്രഭുപാദ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ കഥ, ഇങ്ങനെയുള്ള കഥ എപ്പോഴും നമ്മൾ ശ്രവണത്തിലൂടെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ആസുരിക ഭാവങ്ങളെല്ലാം മാറി സാത്വികമായിട്ടുള്ള ശാശ്വതമായ ആനന്ദം കിട്ടുന്ന ആ മനസ്സിനെ അലങ്കരിക്കുക, അല്ലെ, നമ്മുടെ ആത്മാവിനെ അലങ്കരിക്കുന്ന ആ പ്രക്രിയയിൽ നമ്മൾ എത്തിച്ചേരുകയും അതിലൂടെ നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രവണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം നമുക്ക് ശക്തി ആർജിച്ച ഒരു ഉത്തമ ഭക്തനായിട്ട് മാറാൻ പറ്റും എന്നാണ് ചില പ്രഭുപാദ് പറയുന്നത്. അപ്പൊ അതിലൂടെ നമ്മൾക്ക് ആസുര്യമായ പ്രവർത്തികളിലൂടെ അല്ലെങ്കിൽ ആസുര്യമായ കഥകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ശത്രുത, അപ്പൊ എപ്പോഴും നമ്മൾ മെജോറിറ്റി എപ്പോഴും ഈ ഇതിനുള്ള ആസുരീയ ഭാവങ്ങൾ അല്ലെങ്കിൽ യദുഭോജകാന്തക വംശങ്ങളുടെ ശൂരസേന രാജ്യത്തിന്റെയും അല്ലെങ്കിൽ കംസൻ ചെയ്തിരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ കലിയുഗത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആൾക്കാരുടെ പേര് മാറ്റം വേറെന്നേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കാണാം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കാണാം, അല്ലെങ്കിൽ രാജ്യത്ത് കാണാം, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കാണാം, അയൽ സംസ്ഥാനങ്ങളിൽ കാണാം. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇങ്ങനെ കംസന്റെ ദ്രോഹപ്രവർത്തികൾ മൂലം യദു ഭോജ വംശങ്ങളിലെ രാജാക്കന്മാർ കുരുക്കൾ, പാഞ്ചാലം, കേകയം, ശ്വാലർ, വിദേഹം, വിദർഭം, നിഷേധം, കോസലം, ഇതൊക്കെ അറിയാവുന്നതാണ്. കോസല രാജ്യത്തെ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളിൽ അഭയം തേടുകയാണ്. അപ്പൊ എന്താ യദുഭോജ വന്തക വംശങ്ങളിലെ രാജാക്കന്മാർ. അപ്പൊ അവരെല്ലാം എന്താ പറഞ്ഞാൽ അവർ ഭഗവാൻ യദുവംശത്തിലുള്ളതാണ്. അപ്പൊ ആ യദുവംശത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ള ഈ ഈ ശൂരസേന രാജ്യത്തിൽ നിന്ന് ഈ ദ്രോഹപ്രവർത്തികൾ മൂലമെല്ലാം അവർ മറ്റടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. അങ്ങനെയുള്ള പിന്നെന്താ ഇതെല്ലാം കംസന്റെ ആ ഒരൊറ്റ ദുഷ്ടപ്രവർത്തികൾ മൂലമാണ് ഇതെല്ലാം തകർന്നു പോകുന്നത്. അപ്പം ആ ഭാരതവർഷം എന്നറിയപ്പെടുന്ന അതിവിസ്തൃതമായ ഭൂവിഭാഗത്തെ മുഴുവൻ തന്റെ നില ഭദ്രമാക്കുകയും ചെയ്തിരിക്കും. അതിലൂടെ ദേവകീ വസുധന്മാരുടെയും 6 കുഞ്ഞുങ്ങളുടെയും ഒന്നിനു പുറകെ ഒന്നായി കംസൻ നിഗ്രഹിക്കുന്ന കാര്യങ്ങളും പല സുഹൃത്തുക്കളും ബന്ധുക്കളും ഈ നിഷ്ഠൂര പ്രവർത്തികൾ അവസാനിപ്പിക്കാൻ ഉപദേശിച്ചു. ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ അവസാനിപ്പിക്കാനാണ് കംസനോട് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷെ കംസൻ ഇതൊന്നും അനുസരിച്ചിരുന്നില്ല. കംസന്റെ ലക്ഷ്യം വേറൊന്നു തന്നെയായിരുന്നു. അതൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ ക്രമേണ അവയെല്ലാം കംസന്റെ ആരാധകരായി മാറുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇതിൽ നമ്മുടെ ഈ കലിയുഗത്തിൽ കാണാവുന്നതാണ്. എപ്പോഴും നമുക്ക് ഈ ആസുരിക പ്രവർത്തികൾ ചെയ്യുന്നവരുടെ ആരാധകരായാണ്, അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള, അല്ലെങ്കിൽ അഭക്തന്മാർ എന്ന് തന്നെയാണ്. അഭക്തന്മാർക്ക് എപ്പോഴും ആരാധന ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ പല സമൂഹങ്ങളിൽ എടുത്തു നോക്കാവുന്നതാണ്. അപ്പൊ അതെല്ലാം മാറി നമ്മുടെ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികളാണ് ഭഗവാൻ കാണിച്ചു തന്നത്. 7ാമതും ഗർഭം ധരിച്ചപ്പോൾ ദേവകിയുടെ ഗർഭത്തിൽ അവതരിച്ചത് കൃഷ്ണന്റെ പൂർണ്ണാംശമായ അനന്തനാണ്. ദേവകിയിൽ ആഹ്ലാദവും ദുഃഖവും ഒരുപോലെ നുരയിട്ടു. അപ്പൊ ഇതൊക്കെ നമുക്ക് തന്നെ അറിയാവുന്നതാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ജനിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ആ കുടുംബത്തെ അന്തരീക്ഷവും ആഹ്ലാദവും എല്ലാം വളരെ പവിത്രമാണ്. അപ്പൊ അതെല്ലാം ഒരു ശിശു പുറത്തു വരുന്ന നിമിഷത്തിൽ തന്നെ കംസൻ അതിനെ നിഗ്രഹിക്കുമല്ലോ എന്നോർത്തിട്ടുള്ള ദുഃഖം അത് വേറൊരു വശത്തുണ്ട്, അല്ലേ? ആ സമയത്ത് എതുക്കളായ സംഭീതമായ അവസ്ഥയിൽ
കരുണ തോന്നിയ പരമദൈവത്വ പുരുഷനായ. അപ്പൊ ഇതിനെല്ലാം കാരുണ്യവാനായിട്ടുള്ള ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആരാ? കൃഷ്ണൻ. ആ കൃഷ്ണൻ തൻ്റെ തന്നെ അന്തശക്തിയായ യോഗമായയോട് അവതരിക്കാൻ ആജ്ഞാപിച്ചു. അപ്പൊ ഭഗവാന്റെ തന്നെ വേറൊരു ശക്തിയാണ് യോഗമായ എന്ന് പറയുന്നത്. ആ യോഗമായയോട് അവതരിക്കുകയും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപനായിട്ടുള്ള പരമദൈവത്വ പുരുഷനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ യദുകുലത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അധിപതിയായിട്ടുള്ള ഭഗവാൻ ആജ്ഞാപിക്കുകയാണ് യോഗമായയോട് അവതരിക്കാനായിട്ട്. അങ്ങനെ പരമപുരുഷന്റെ മുഖ്യശക്തിയായ യോഗമായ പരമദൈവത്വ പുരുഷനായ ഭഗവാന് അസംഖ്യം ശക്തിവിശേഷങ്ങളുണ്ടെന്നും അതൊക്കെ നമ്മൾക്ക് വേദങ്ങളിലൂടെയും ശാസ്ത്രങ്ങളിലൂടെയും ഭാഗവത്തിലൂടെയും ഭഗവത്ഗീതയിലൊക്കെ അറിയാവുന്നതാണ്. അതാ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത എന്നാണ്. അപ്പൊ ഈ വിവിധ ശക്തികളെല്ലാം ബാഹ്യമായും ആന്തരികമായും പ്രവർത്തിക്കുന്ന ഇവയിൽ ഏറ്റവും പ്രധാനി എന്താ? യോഗമായാണ്. അപ്പൊ സദാ സമലംകൃതമായ നിറയെ മനോഹരങ്ങളായ ഗോവർദ്ധനമുള്ള വൃന്ദാവനത്തിലെ വ്രജഭൂമിയിൽ അവതാരം ചെയ്യാനാണ് ഭഗവാൻ യോഗമായയോട് കൽപ്പിച്ചത്. അപ്പൊ യോഗമായായിട്ട് വൃന്ദാവനത്തിൽ ഗോവർദ്ധന എന്ന് പറഞ്ഞ സ്ഥലത്ത് വൃന്ദാവനത്തിൽ അവതരിക്കാനാണ് യശോദ റാണിയുടെയും ഭവനത്തിൽ വസുദേവരുടെ ഭാര്യമാരിൽ ഒരാളായ രോഹിണി താമസമാക്കിയിരുന്നു. അങ്ങനെ കംസന്റെ അതിക്രമങ്ങൾ ഭയന്ന് രോഹിണിക്ക് പുറമെ യദുകുലത്തിൽ മറ്റു പലരും ഇതുപോലെ രാജ്യത്തിന്റെ ഫലഭാഗങ്ങളായി ചിന്നിച്ചിതറി പാർത്തിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെന്താ? യോഗമായയോട് ഭഗവാൻ പറഞ്ഞതെന്താ? ദേവകിയും വസുദേവരും കംസന്റെ കാരാഗ്രഹത്തിലാണ്. ഇപ്പോൾ ഈ നിമിഷത്തിൽ എൻ്റെ പൂർണ്ണാംശമായ ശേഷൻ അതാണ് ദേവകിയുടെ ഗർഭത്തിലുണ്ട്. ഭഗവാന്റെ പൂർണ്ണ അംശമായിട്ടുള്ള ആ ദേവകീ പുത്രനായിട്ടുള്ള അതാണ് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത്. ആ പുത്രന്റെ ജനനമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അടുത്ത ചാപ്റ്ററിൽ. അപ്പൊ ഇപ്പോൾ ഈ നിമിഷത്തിൽ എൻ്റെ പൂർണ്ണാംശമായ ശേഷൻ ദേവകിയുടെ ഗർഭത്തിലുണ്ടെന്നും ആ ശേഷൻ ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റാൻ വേണ്ടത് ചെയ്യണം എന്നുള്ള യോഗമായയോട് ഇതെല്ലാം ഭഗവാൻ അപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി ഞാൻ അവതരിക്കുകയും ചെയ്യും. അതാണ് ഭഗവാൻ അവതരിക്കും എന്നൊക്കെ നേരെ മുൻകൂട്ടിയിട്ട് യോഗമായയോടും ദേവകി വസുദേവൻ കംസന്റെ കാരാഗ്രഹത്തിലേക്ക് പൂർണ്ണാംശമായ ഗർഭത്തിലുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ഭഗവാൻ നേരത്തെ കൊടുത്തിരുന്നു. അപ്പൊ എൻ്റെ സമകാലിക സഹോദരിക്കായി അല്ലെ ഭഗവാന്റെ സമകാലിക സഹോദരിയായി അവതരിക്കുന്നതിൽ വിലപ്പെട്ട ഉപഹാരങ്ങൾ, പുഷ്പമാല്യങ്ങൾ, ദീപങ്ങൾ, നിവേദ്യങ്ങൾ തുടങ്ങിയവയെ അർപ്പിച്ച് നിന്നെ ലോകവാസികൾ മുഴുവൻ ആരാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ യോഗമായയുടെ കാര്യമാണ് അതാണ് ഭദ്ര, അംബിക, പല വൈഷ്ണവി, വിജയ, കുമുദ, ചണ്ഡിക, കൃഷ്ണൻ, മാധവി, കന്യക, മായ, നാരായണി, ഈശാനി. ഇതാണ് ഗുരുവായൂരാണെങ്കിൽ എടത്തരികത്ത് കാവിലമ്മ, ചോറ്റാനിക്കരമ്മ, നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈശാനി, നാരായണി, അംബിക, പല പേരുകൾ. ഇതെല്ലാം ഭഗവാന്റെ തന്നെ യോഗമായ ആ സഹോദരിയായിട്ട് സമകാലിക സഹോദരിയായി അവതരിക്കുന്നതിനാൽ അതാണ് ഗുരുവായൂർ എപ്പോഴും നമ്മൾ ഇടത്തരികത്ത് കാവിലമ്മ ഭഗവാന്റെ കൂടെ ഉണ്ട് എപ്പോഴും. അപ്പൊ കൃഷ്ണനും യോഗമായ സഹോദരന്മാരായി ശക്തനും പരമശക്തിയുമായ അവതാരമെടുത്തു. ശക്തനും ശക്തിയും തമ്മിൽ ഇത് പ്രധാന വിഷയങ്ങളാണ് ഭക്തന്മാർക്ക്. ശക്തനും ശക്തിയും അധീനനാണ്. ഭൗതികവാദികൾ ശക്തിയെ ആരാധിക്കുന്നവരാണ്. നമ്മൾ ശക്തിയല്ല ആരാധിക്കേണ്ടത്. എന്താ? ശക്തിമാനെയാണ് എപ്പോഴും ആരാധിക്കേണ്ടത്. അപ്പൊ ഭൗതികവാദികൾ എന്താ ചെയ്യണ? ശക്തിയെ ആരാധിക്കുന്നു. അതീന്ദ്രിയവാദികളാകട്ടെ അല്ലെങ്കിൽ ശുദ്ധ ഭക്തന്മാരാകട്ടെ ആരാധിക്കുന്നത് പരമദൈവത്വ പുരുഷനായ കൃഷ്ണനെയാണ് എന്നാ പറയുന്നത്. അപ്പൊ കൃഷ്ണനെ ആരാധിക്കുന്നുകൊണ്ടുള്ള കാര്യങ്ങൾ എന്താ? ഭൗതിക ലോകത്തിൽ പരമമായ ശക്തിയും ദുർഗയും വാസ്തവത്തിൽ വൈദിക സംസ്കാരമുള്ളവർ രണ്ടുപേരെയും ശക്തനെയും ശക്തിയെയും ഒരുപോലെ ആരാധിക്കുന്നു. വിഷ്ണുവിന്റെ ദേവിയുടെയും ക്ഷേത്രങ്ങൾ അസംഖ്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ അസംഖ്യമായിട്ടുണ്ട് അല്ലെ. ഒരു 3 വീടുകൾക്ക് ഒരു അമ്പലം വെച്ചെന്ന് നമ്മൾ കണ്ടു. പക്ഷെ എന്നാലും നമ്മുടെ ശരിയായിട്ടുള്ള തത്വം മനസ്സിലാക്കാനും ശ്രീമദ് ഭാഗവത്തിലും ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്ന ആ ശാസ്ത്രം മനസ്സിലാക്കി, അതാണ് നമ്മുടെ ശാസ്ത്രം ആ ഭഗവാനാണ് പരമദൈവത്വ പുരുഷൻ എന്നുള്ള ആ തിരിച്ചറിവും അതിലൂടെ ഭഗവാന്റെ സാക്ഷാത്കാരത്തിനായിട്ടുള്ള അതീന്ദ്രിയമായ ശുദ്ധമായ ഭക്തിയുത സേവനമാണ് ശ്രവണം, കീർത്തനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിവയുള്ള നവവിധ ഭക്തിയിലൂടെ നമുക്ക് പടിപടിയായി ആ പൂർണ്ണമായിട്ടുള്ള ആ ഭഗവാന്റെ സേവനമാണ് ഏറ്റവും നമുക്ക് വിലപ്പെട്ടതെന്നും നമ്മൾ ഭഗവാനല്ലാതെ വേറൊരു പൂർണ്ണമായ പരമദൈവത്വ പുരുഷൻ എന്നാവുന്നു.
ആ പരമദീപോക്ത പുരുഷനെ ആരാധിക്കാനുള്ള അവകാശം നമ്മുടേതാണ്, നമ്മൾക്കുണ്ട്. എല്ലാ ജീവാത്മാക്കൾക്കുണ്ടുള്ള തിരിച്ചറിവാണ് നമുക്ക് ഈ ഇതിലൂടെയൊക്കെ നമ്മൾ അറിയേണ്ടത്. അതാണ് പ്രഭുപാദ് എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അത് നമുക്ക് പല ഭാഗവത്തിലൂടെ പല ശ്ലോകങ്ങളിലൂടെ നമുക്കറിയാം. അതായത് സകല ദേവന്മാരും ഗുരുക്കന്മാരെന്ന് പറയപ്പെടുന്ന മുഴുവൻ ജനങ്ങളും ഒരുമിച്ചോ ഒറ്റയ്ക്കോ കാരുണ്യം നൽകിയാലും, എല്ലാവരും കാരുണ്യം നൽകിയാലും നമുക്ക് എന്താ അങ്ങയുടെ, അതായത് ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ ഗുരുവായൂരപ്പന്റെ കാരുണ്യത്തിന്റെ 10,000-ൽ ഒരംശം പോലും ആകില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ, അതിലൂടെയാണ് ഈ കഥകളിലൂടെ, ഈ കൃഷ്ണ ബുക്കിലൂടെയും ഭാഗവത്തിലൂടെയാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങളിലൂടെ നമുക്ക് ഇതൊക്കെ തിരിച്ചറിയണം. അപ്പൊ അതിനാണ് ഇങ്ങനെയുള്ള പ്രമാണങ്ങളിലൂടെ നമുക്ക് വിശദമാക്കി ഈ പ്രഭുപാദ് ഓരോ കഥകൾ, ബുക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ മേടിച്ച് വായിക്കുകയും അതിലൂടെ നമുക്ക് എന്താ ശ്രീമദ് ഭാഗവത്തിൽ പറയേണ്ടു, നയത് പ്രസാദയുധ ഭാഗലേശ മന്യേജ ദേവ ഗുരുവോജനാം സ്വയം കർത്തും സമേതം പ്രഭവന്തി പുംസ സ്തമീശ്വരം ത്വാ ശരണം പ്രപത്തി. അതാണ് അങ്ങേക്കായി ആശ്രയം ശരണം പ്രാപിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ ശരണം പ്രാപിക്കുവാൻ ആണ് നമ്മൾക്ക് അതായത് മറ്റുള്ള ദേവീദേവന്മാരും മറ്റുള്ള ആരും ഗുരുക്കന്മാരെന്ന് പറയപ്പെടുന്നവർ പോലും മുഴുവൻ ജനങ്ങളും ഒരുമിച്ചോ ഒറ്റയ്ക്കോ കാരുണ്യം നൽകിയാലും ഭഗവാന്റെ കാരുണ്യത്തിന്റെ 10,000-ൽ ഒരംശം പോലും ആകില്ല. അപ്പൊ അങ്ങയുടെ ആ പാദപങ്കജങ്ങളിൽ ശരണം പ്രാപിക്കുവാൻ നമുക്ക് ആഗ്രഹം തോന്നണം എന്നാണ് പറയുന്നത്. അതിനുള്ള ചിന്തയായിരിക്കണം, അതിനുള്ള ശക്തി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരുടെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും ശ്രീ പ്രഭുപാദിൻ്റെ ഒക്കെ കൃപ കൊണ്ട് നമുക്കിങ്ങനെ സത്സംഗത്തിൽ ഈ കലിയുഗത്തിൽ പങ്കുചേരാനും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും ശാസ്ത്രവശങ്ങളെ പറ്റി മനസ്സിലാക്കാനും അതെല്ലാം നമുക്ക് ഇന്ന് വേദശാസ്ത്രങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ പഠിക്കാനുള്ള സമയമില്ല. കാരണം കലിയുഗം വഷളായിട്ടുള്ള സമയമാണ്. ഏത് സമയവും എപ്പോഴും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും മനസ്സ് ശാന്തമല്ല. അപ്പം ഇങ്ങനെയുള്ള ചിത്തത്തെ നമ്മൾ ശുദ്ധീകരിക്കാനും അതിലൂടെ ശാന്തിയും സമാധാനം കൈവരിക്കാനും അതിലൂടെ ജീവിത പ്രക്രിയയിലൂടെ ഭൗതികവാദികൾ ശക്തിയെ ആരാധിക്കുമ്പോൾ നമുക്ക് ശക്തനെയാണ് നമ്മളെല്ലാം ശക്തന അധീനനാണ്. അപ്പൊ അങ്ങനെയുള്ള ശക്തനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ്. അതാരാണ്? പരമദീപോക്ത പുരുഷനായ കൃഷ്ണ ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, ഗുരുവായൂരപ്പൻ. ഇങ്ങനെ ആ ഗുരുവായൂരപ്പനെ നമ്മൾ ദിനംതോറും ആരാധിക്കുകയും ആണ് വേണ്ടത് എന്നാണ് ഈ കാര്യങ്ങളിലൂടെയൊക്കെയാണ് പറയുന്നത്. പിന്നെന്താ, തൻ്റെ പൂർണ്ണാംശമായ അനന്തശേഷൻ ദേവകിയുടെ ഗർഭത്തിലിരുന്ന് എന്നും ഭഗവാൻ യോഗമായി അറിയിച്ചു. രോഹിണിയുടെ ഗർഭത്തിലേക്ക് ശക്തമായി, അതെല്ലാ കഥകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൂടെ സംഘർഷണൻ എന്ന പേരിൽ അറിയപ്പെട്ടു. രമണം എന്നറിയപ്പെടുന്ന സമുന്നതമായ പരമാനന്ദം അരുളുന്ന ആത്മീയമായ സർവശക്തിയുടെയും അഥവാ ബലത്തിൻ്റെയും പ്രഭവമായിരിക്കും അദ്ദേഹം. അതിനാൽ പൂർണ്ണാംശമായ അനന്ത സംഘർഷൻ എന്നോ ബലരാമൻ എന്നോ ഉള്ള പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അതാണ് ബലരാമൻ എന്ന് പറഞ്ഞാൽ ലോക ഗുരുവാണ്. അപ്പൊ ഭഗവാന്റെ ബലരാമേട്ടൻ, ആ ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ടുള്ള പിറന്നിട്ടുള്ള ബലരാമൻ, അതാണ് ലോക ഗുരു എന്നറിയപ്പെടുന്നത്. അപ്പൊ ഗുരുതത്വത്തിലുള്ളതാണ് ബലരാമൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെയൊക്കെ ന്യായം ആത്മാ ബൽഹി ഇനനെ ലഭ്യ എന്ന് ഉപനിഷത്തുകൾ പറയുന്നു. പരമമോ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ആത്മസാക്ഷാത്കാരം നേടുക ബലരാമന്റെ അനുഗ്രഹം കൂടാതെ സാധ്യമല്ലെന്നാണ് പറയുന്നത്. അത് ബലരാമന്റെ അനുഗ്രഹം. അതായത് നമ്മളെപ്പോഴും ബലരാമ എന്ന് പറയുന്നാൽ ഇപ്പോൾ നമ്മുടെ കലിയുഗത്തിൽ അവതരിച്ചിരിക്കുന്ന നിത്യാനന്ദ പ്രഭു. അപ്പൊ ആത്മീയ ഗുരു അല്ലെങ്കിൽ ആദി ഗുരു എന്ന് തന്നെ പറയാം. അപ്പൊ ആദി ഗുരുവായ ബലരാമന്റെ അനുഗ്രഹത്തോടു കൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ ആ ഗുരുത്വം നമുക്കുണ്ടായിരിക്കണം. ആത്മീയ ഗുരുവാണ് നമ്മുടെ എല്ലാം ബലരാമൻ. എന്താ, എങ്ങനെയാണ് ബലരാമൻ? ദേവദേവ ജഗന്നാഥ അബ്രവനർത്തി വിനാശനം ത്രാഹിമാം പുണ്ടരീകാക്ഷ പതീതംഭവ സാഗരേ നമസ്തേസ്തു ഹലഗ്രാമ. ഹലഗ്രാമൻ അല്ലെ? ഹലഗ്രാഹ. ഹലഗ്രാഹ എന്ന് വെച്ചാൽ കലപ്പയേന്തിയിരിക്കുന്ന. നമസ്തേത്തു ഹലഗ്രാഹ. പിന്നെന്താ കലപ്പ? പിന്നെന്താ നമസ്തേ ഭക്തവത്സല. ഭക്തപ്രിയനാണ്, ഭക്തന്മാരുടെ ഉത്തമ സുഹൃത്താണ്. ആരാ? ബലരാമൻ. ആ ബലരാം ഭക്തവത്സല, നമസ്തേന്ദു ഭക്തവത്സല. പിന്നെന്താ നമസ്തേ രേവതി. രേവതിയുടെ ഭർത്താവ് അല്ലെ? രേവതി സുതൻ, രേവതികാന്തൻ. രേവതികാന്തനായിട്ടുള്ള ബലരാമൻ.
അപ്പൊ ആ ബലരാമനെ നമുക്ക് ആത്മബലം നൽകും അല്ലെ, ആത്മാവിന്റെ നമ്മളെ പരമാത്മാവിനെ അല്ലെങ്കിൽ നമ്മൾ ആ ഭക്തിക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ് ബലരാമനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ബലരാമന്റെ കീർത്തനങ്ങളും ബലരാമ അഷ്ടകം ചൊല്ലുന്നതും ഒക്കെ വളരെ പ്രയോജനകരമാണ്. നമുക്ക് ഭക്തിക്ക് വളരെ ആത്മീയമായിട്ടുള്ള ആത്മീയ ശക്തി ഉണ്ടാവും. അതിലൂടെ നമുക്ക് സർവ്വലോകങ്ങളുടെയും അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ശക്തിയാണ്. അപ്പൊ ഈ ശക്തിയാണ് നമ്മളെപ്പോഴും അല്ല ശക്തി എന്ന് പറയുന്നത് എന്താ? ഗുരുത്വാകർഷണ ബലം തന്നെയാണ്. എന്നാൽ ആ ഗുരുത്വമാണ് വാസ്തവത്തിൽ അത് സംഘർഷന്റെ ശക്തിപ്രകടനം തന്നെയാണ്. അതാണ് ബലരാമൻ എന്ന് പറയുന്നത്. അഥവാ സംഘർഷന് എന്നാൽ ആധ്യാത്മിക ശക്തി, അതായത് ആദിമ ആധ്യാത്മിക ഗുരു എന്നർത്ഥം. അതിനാൽ ബലരാമന്റെ തന്നെ മറ്റൊരു അവതാരമായ, അതാ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഭഗവാൻ നിത്യാനന്ദ പ്രഭുവാണ്. അപ്പൊ നമ്മുടെ കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. അപ്പൊ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്. നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്നത് ബലരാമൻ തന്നെയാണ്. ഭഗവാന്റെ മറ്റൊരു അവതാരമായ, ഈ കലിയുഗത്തിലെ അവതാരമായ, അതായത് കലിയുഗത്തിൽ ഇങ്ങനെ ഈ അതായത് 5 ഭഗവാന്മാർ, ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈത ഗദാധാര ഭക്തവൃന്ദ, ഇങ്ങനെ വന്നിട്ട് അവതരിച്ച് നമുക്ക് ആധ്യാത്മിക ബലം പ്രദാനം ചെയ്യുന്ന ആ ഭഗവാന്റെ പ്രതിനിധിയും കൃഷ്ണകൃപയുടെ മൂർത്തിഭാവമാണ് ആധ്യാത്മിക ഗുരു. അപ്പൊ നമുക്കെല്ലാം കൃപ കിട്ടുന്നത് ഭഗവാന്റെയും ഗുരുക്കന്മാരുടെയും, അല്ലെങ്കിൽ ഈ ഭാഗവതം ഭഗവത്ഗീത ഒക്കെ പഠിക്കുന്നുണ്ട്, സത്സംഗം ചെയ്യുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ടുള്ള കൃപ കിട്ടുന്നത് എന്താ? ആധ്യാത്മിക ഗുരു ആണ്. ആരാ? ബലറാം. അപ്പൊ നമ്മുടെ ഇപ്പോൾ നമുക്ക് അറിയപ്പെടുന്നത് നിത്യാനന്ദ പ്രഭുവാണ്. അപ്പൊ അതെല്ലാം ചൈതന്യ ചരിതാമൃതത്തിലൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ശാസ്ത്രങ്ങളൊക്കെ നമുക്ക് അറിയണം, വായിക്കണം. ഇങ്ങനെയുള്ള സത്സംഗത്തിലൂടെ നമുക്കതൊക്കെ സാധിക്കുകയുള്ളൂ. അതിനുള്ള അവസരങ്ങളാണ് ഈ കലിയുഗത്തിൽ. അല്ലെങ്കിൽ നമുക്ക് എന്താ, ഈ നമ്മുടെ ധർമ്മമൊക്കെ അനുഷ്ഠിക്കാതെ നമ്മൾ ഇതെല്ലാം കേൾക്കാതെയും കാണാതെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടുള്ള രുചിയൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള കൃഷ്ണഭക്തി, ആ പ്രേമഭക്തി ഇല്ലെങ്കിൽ എന്താ, നമ്മൾ കേവലം സമയം പാഴാക്കൽ മാത്രമായിരിക്കും. ധർമ്മസ്വനിഷ്ഠിത പുംസ വിശ്വസേന കഥാസുയക നോത്പാദയന്തോം രതി ശ്രമയ വൈവ കേവലം. വെറും അതിനോടുള്ള ആകർഷണം ഇല്ലാതെ, അല്ലെങ്കിൽ ശുദ്ധമായ ഭക്തി സേവനത്തിനോടും ഭഗവാന്റെ കാര്യത്തിനോടും ഭഗവാന്റെ ഗീതങ്ങളോടും ഒക്കെ നമുക്ക് കാര്യങ്ങളോടൊന്നും ആകർഷണം ഇല്ലെങ്കിൽ വെറും ശ്രമയേവി കേവലം, വെറും സമയം പാഴാക്കലായിരിക്കും ജീവിതം എന്ന് പറയുന്നത്. പിന്നെന്താ പറയണേ ഇതിനകത്ത്? ഇപ്രകാരം പരമദീപകത്വ പുരുഷന്റെ കൽപ്പന ഉണ്ടായപ്പോൾ യോഗയെ അദ്ദേഹത്തെ പ്രതിഷ്ഠം ചെയ്ത് ശേഷം കൽപ്പന പ്രകാരം ഭൗതിക ലോകത്ത് അവതാരം ചെയ്തു. സർവശക്തനായ പരമദീപകത്വ പുരുഷൻ ഭഗവാൻ ശേഷൻ ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആവാഹിച്ചു മാറ്റിയപ്പോൾ അവരിരുവരും യോഗനിദ്ര എന്നുകൂടി പേരുള്ള യോഗമായയുടെ വശ്യശക്തിക്ക് അധീനരായിരുന്നു. ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയതായി ലോകർ കരുതി. ഇങ്ങനെ ബലരാമൻ പ്രത്യക്ഷപ്പെട്ടതും ദേവകിയുടെ ഗർഭത്തിലാണെങ്കിലും രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആവാഹിക്കപ്പെട്ടു. അപ്പൊ ആ രോഹിണി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദേവകിയുടെ ഗർഭത്തിലായിരുന്നെങ്കിലും രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആവാഹിക്കപ്പെട്ടു. ഈ ഏർപ്പാടുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം നിർമ്മല ഭക്തരിൽ തന്റെ പൂർണ്ണ ശക്തികളും വിന്യസിക്കാൻ എപ്പോഴും സന്നദ്ധനായ ശ്രീകൃഷ്ണ ഭഗവാൻ സർവ്വസൃഷ്ടികളുടെയും അധിപനായിട്ട്, അപ്പൊ എല്ലാത്തിൻ്റെയും അധിപനായ പരമ ദിവത്വ പുരുഷനായുള്ള ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അജരാണ്. ഭഗവാന് ശാശ്വതമായ ആനന്ദം തരാനുള്ള കഴിവ് മുകുന്ദന് മാത്രമേ ഉള്ളൂ. ഒക്കെ നമുക്ക് നിർമ്മല ഹൃദയത്തിലൂടെ നമുക്ക് ആയാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുകയുള്ളൂ. അതിനാണ് നമ്മൾക്ക് എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത്. സ്വന്തം ഹൃദയത്തിൽ പരമാത്മാവിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൽ ശാശ്വതമായ ഭഗവാനെ നമ്മൾ ഉൾക്കൊള്ളണം. ആ ഭഗവാനെ നമ്മൾ അലങ്കരിക്കണം, പരമാത്മാവിനെ. സാധാരണ മനുഷ്യന് ഹസഹനീയനായ തോന്നുന്ന ജ്വലിക്കുന്ന രശ്മിയുള്ള സൂര്യനെ പോലെ അല്ല, കൃഷ്ണ സൂര്യസമ നമുക്കറിയാവുന്നതാണ്. മായ അന്ധകാര. അപ്പോൾ ആ മായയിലേക്കല്ല പോകേണ്ടത്, കൃഷ്ണനിലേക്ക് പോയി കഴിഞ്ഞാൽ കൃഷ്ണൻ എന്ന് പറയുന്നത് സൂര്യസമ. അപ്പം ഇങ്ങനെയുള്ള തേജസ്വിയായ വസുദേവരുടെ നിർമ്മലമായ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവത് രൂപം കൃഷ്ണന്റെ മൂലരൂപത്തിൽ നിന്ന് ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടതും ആ സ്ഥാനത്ത് നിന്ന് ധാമം എന്ന് പറയുന്ന കൃഷ്ണന്റെ രൂപത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ നാമരൂപ ഗുണ പരിച്ഛേദങ്ങൾക്കെല്ലാം ധാമം എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാം ഭഗവാന്റെ ധാമം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ നാമരൂപ ഗുണങ്ങൾ ഇതെല്ലാം ഉള്ള സ്ഥലങ്ങളെല്ലാം
അവിടെ വൈകുണ്ഠമാണെന്നാണ് പറയുന്നത്. അവിടെ ഭഗവാൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ കൃഷ്ണ സൂര്യസമ, അവിടെ വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ, അന്ധകാരം ഉണ്ടാകില്ല, മായ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ആ ഭഗവാന്റെ സനാതന രൂപം മുഴുവൻ ശക്തികളോടും കൂടി വസുദേവരുടെ മനസ്സിൽ നിന്ന് ദേവകിയുടെ മനസ്സിലേക്ക് സംക്രമിക്കപ്പെട്ടു. അങ്ങനെ ആ സൂര്യന്റെ കിരണാവലികൾ കിഴക്കുതിച്ച് പൂർണ്ണചന്ദ്രനിലേക്ക് എന്ന പോലെ ഭഗവാൻ പരമദീപപുരുഷനായ കൃഷ്ണൻ വസുദേവന്റെ ശരീരത്തിൽ നിന്ന് ദേവകിയുടെ ഗർഭത്തിലേക്ക് ദേവകിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. സാധാരണ ജീവാത്മാക്കളുടെ അവസ്ഥയ്ക്ക് അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, ഭഗവാൻ സാധാരണ ആൾക്കാർക്ക് സംഭവിക്കുന്ന കാര്യമല്ല, അത് അത്ഭുതകരമായുള്ള കാര്യങ്ങളാണ്. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു, തം അത്ഭുതം ബാലകമംബുജേഷണം ചതുർഭുജം ശംഖുഗദാരിതായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭി കൗസ്തുകം പീതാംബരം സാന്ദ്ര പയോധ കൗസ്തുഭം. അത്ഭുതകരമായിട്ടുള്ള ആ കുട്ടിയാണ്. അതാണ് ഭഗവാൻ പല പല അവതാരങ്ങൾ, നാരായണൻ, നരസിംഹം, വരാഹം, ഇങ്ങനെ അവതാരങ്ങളോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവരാരും തന്നെ ഭൗതിക അസ്തിത്വത്തിന്റെ അവസ്ഥകൾക്കൊന്നും വിധേയരല്ല, അല്ലേ? ഭഗവാന്റെ ഇതൊന്നും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവരാരും വിധേയരല്ലെന്ന് മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കഥകളിലൂടെ, ഈ കൃഷ്ണ ബുക്കിലൂടെ വളരെ രസകരമായ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ബുക്കാണിത്. അതിലൂടെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും വായിക്കുകയും റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം വായിച്ചുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ തത്വം മനസ്സിലാകില്ല. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കുകയും സത്സംഗത്തിലൂടെയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ദിവസവും മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഭൗതിക ലോകം 5 മുഖ്യ മൂലകങ്ങൾ കൂടി ചേർന്നുണ്ടായതാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ കൃഷ്ണനിൽ നിന്ന് അത്ഭുതവുമാണ്. ഭൗതിക ആവിഷ്കാരത്തിന്റെ കാരണമായി ഈ 5 മൂലകങ്ങളെ ഭൗതിക ശാസ്ത്രജ്ഞന് അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ മൂലകങ്ങളെല്ലാം അവയുടെ സ്ഥൂലവും സൂക്ഷ്മവുമായ എല്ലാ അവസ്ഥകളിലും കൃഷ്ണനാണ് ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അല്ലേ നമുക്കറിയാവുന്നതാണ്. ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, എല്ലാം ഭഗവാന്റെ ഇതിൽ നിന്നാണ് രൂപാന്തരപ്പെട്ടത്. ഭഗവാന്റെ കാര്യത്തിലൂടെയാണ് ഇതെല്ലാം നടന്നു വന്നതെന്നും ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. സർവോപാധി, എല്ലാത്തിനും കാരണക്കാരനായ ഭഗവാൻ തന്നെയാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഉള്ളതെന്നും പറയുന്നുണ്ട്. അപ്പൊ ബ്രഹ്മസംഹിതയിൽ വളരെ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. യസ്തീന്ദ്ര ഗോപ മധവേന്ദ്ര മഹോത്സകർമ്മ ബന്ധാനുരൂപ ഫലഭാജന മാതനോതി കർമാണി നിർദഹതി കിന്തുജ ഭക്തിഭാജ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അപ്പൊ നമ്മള് ഭക്തിഭാജ, കിന്തുജ ഭക്തിഭാജ, അപ്പൊ ഭക്തി കൊണ്ട് മാത്രമേ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഭഗവാൻ ഈശ്വരനാണെന്നും കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണകാരണം, എല്ലാത്തിനും കാരണക്കാരൻ ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ശരീരം അല്ലെങ്കിൽ നിത്യമാണ്. ഭൗതിക പ്രത്യക്ഷത്തിന് മുമ്പ് അത് നിലനിൽക്കുമ്പോഴും അത് നശിക്കുമ്പോഴും കൃഷ്ണന്റെ നില നിത്യമായിരിക്കും. അപ്പൊ ഭഗവാൻ അജനാണ്, അവ്യയനാണ്, ശാശ്വതനാണ് എന്നല്ല ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അജൻ 9-ാമത്തെ അധ്യായത്തില് ശ്രീമദ് ഭഗവത്ഗീത 9-ാമത്തേല് പറയുന്നുണ്ട്, എല്ലാത്തിനും ഈ പിതാസ്യ ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യസ്യ ഗുരുർഗിരീയാൻ ന തത്സാമോ സത്യ അധികം കൃതോ നീ ലോകത്രയം പ്രതിമ പ്രഭാവ. ചരാചരങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ച സർഗത്തിന്റെ പിതാവാണ് എന്നാ പറയുന്നത്. ആ പ്രപഞ്ചത്തിന്റെ ആരാധ്യ പ്രമുഖനായ പരമോന്നതമായ ആധ്യാത്മിക ഗുരുവും അങ്ങ് തന്നെ. എല്ലാത്തിന്റെ ഗുരുവും അങ്ങ് തന്നെയാണ്. പിന്നെന്താ? അങ്ങയ്ക്ക് സമാനമായോ സമാനമാവാൻ കഴിവുള്ളവരായോ മറ്റാരുമില്ല. അപ്പൊ ആരും ഭഗവാന് സമാനമാവാൻ കഴിവുള്ളവരായിട്ടോ ഈ യുഗ ആരും ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ 3 ലോകങ്ങളിലും അങ്ങയേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള ആരാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അതായത് പുത്രൻ പിതാവിനെ പോലെ മനുഷ്യൻ ആരാധ്യനാണ്. പരമദൈവപുരുഷനായ ശ്രീകൃഷ്ണൻ ആദ്യമായി ബ്രഹ്മാവിന് വേദം ഉപദേശിച്ചതിനാലും, എന്താ പറയണ, കുരുക്ഷേത്രത്തിൽ വെച്ച് അർജുനൻ ഗീത ഉപദേശിച്ചതിനാലും അദ്ദേഹം ആദിമ ഗുരുവാണ്. കൃഷ്ണനിൽ നിന്ന് ആരംഭിക്കുന്ന ഗുരു ശിഷ്യ പരമ്പരയുടെ പിന്തുടർച്ചക്കാരാണ് ഉത്തമയോഗ്യനായ ആധ്യാത്മിക ഗുരു.
അപ്പൊ ഈ പരമ്പരയെ പറ്റി അറിയാനും ഗുരു പരമ്പര വഴി നമുക്ക് കിട്ടുന്ന ഈ അനുഗ്രഹം ആണ് ഏറ്റവും വലുത്. അപ്പൊ അതിനുള്ള അവസരവും ശ്രീല പ്രഭുപാദിന്റെയും നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ സത്യസന്ധമായ ഭക്തിയുത സേവനം ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭൗതിക പ്രകൃതിയുടെ തറയിൽ നിൽക്കുന്ന ഭൗതിക പ്രത്യക്ഷത്തിന്റെ വൃക്ഷത്തെ കഠോപനിഷത്ത് ഉദാഹരിക്കുന്നുണ്ട്. ഈ വൃക്ഷത്തിന് 2 തരം പഴങ്ങളുണ്ട്, സന്താപവും സന്തോഷവും. ശരീരമാകുന്ന വൃക്ഷത്തിന്റെ വസിക്കുന്നവർ 2 പക്ഷികളെ പോലെയാണ്. ഒരു പക്ഷി കൃഷ്ണന്റെ സംസ്ഥാനിക ഭാവമായ പരമാത്മാവ്, മറ്റേത് ജീവാത്മാവും. ജീവാത്മാവ് ഈ ഭൗതിക വൃക്ഷത്തിന്റെ പഴം തിന്നുന്നു. ചിലപ്പോഴത് സന്തോഷത്തിന്റെ പഴമാകാം, മറ്റു ചിലപ്പോൾ സന്താപത്തിന്റെയും. എന്നാൽ മറ്റേ പക്ഷിക്ക് സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും പഴം തിന്നുന്നതിൽ താല്പര്യമില്ല. കാരണം അത് സ്വയം സംതൃപ്തരാണ്. ശരീരമാകുന്ന വൃക്ഷത്തിൽ പാർക്കുന്ന പക്ഷി അതിന്റെ പഴം തിന്നുമ്പോൾ മറ്റേ പക്ഷി അതിന് സാക്ഷിയായി മാത്രം വർത്തിക്കുന്നു. അതാണ് ജീവാത്മാവും പരമാത്മാവും. നമ്മൾ ജീവാത്മാക്കൾ എന്താണ് ചെയ്യുന്നത്, ഒരു പക്ഷി എന്താണോ അനുഷ്ഠിക്കുന്നത് വേറൊരു പക്ഷി ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പരമാത്മാവ്. അപ്പോൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇതിനെപ്പറ്റി ഒരു പിക്ചർ അടക്കം ആദ്യം തന്നെ എൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷി 2 പക്ഷികളിരിക്കുന്ന ഒരു ചില്ലയിൽ ഒരു പക്ഷി എന്താണോ അനുഷ്ഠിക്കുന്നത് വേറൊരു പക്ഷി നോക്കിയിരിക്കുന്നു. ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഒരേ വൃക്ഷത്തിന്മേലാണ് 2 പേരും ഇരിക്കുന്നെങ്കിലും ഭോക്താവായ പക്ഷി ഉത്കണ്ഠാകുലനും ദുഃഖിതനുമാണ്. എങ്കിലും പരമപ്രഭുവായ സുഹൃത്തിന് നേരെ ദൃഷ്ടി തിരിക്കാനും അദ്ദേഹത്തിന്റെ മഹിമകൾ അറിയാനും ഇടവന്നാൽ ഭഗവാൻ, ആ ജീവാത്മാവ് ഭഗവാനെ പറ്റി അറിയാനുള്ള ഇടവന്നാൽ, അല്ലെങ്കിൽ നാമം ജപങ്ങളിലൂടെ ജീവിച്ചാൽ, അല്ലെങ്കിൽ ഭാഗവതം ഭഗവത്ഗീത മുതലായ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്തി, അതാണ് നേരത്തെ പറഞ്ഞ ഭക്തി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, നമ്മേ ഭക്തിയാനാം അഭിജാനാതി, ഭക്തിയുത സേവനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ ക്ലേശിക്കുന്ന പക്ഷി പറ്റി, അല്ലെങ്കിൽ ആ പക്ഷി എന്താ പറയണേ, അതിൽ നിന്ന് മുക്തനാവും എന്നാ പറയുന്നത്. അപ്പം അതിനുള്ള രണ്ടാമത്തെ അധ്യായത്തിൽ ആ ഒരു ഭാവാർത്ഥം പറയുന്നുണ്ട്. അല്ല, ഒരു പക്ഷി ഒരേ വൃക്ഷത്തിലാണ് 2 പേരും ഇരിക്കുന്നെങ്കിലും ഭോക്താവായ പക്ഷി ഉൾക്കൊണ്ടാകലിനും ദുഃഖിതനുമാണ്. എങ്കിലും പരമപ്രഭുവായ സുഹൃത്തിനെ നേരെ ദൃഷ്ടി തിരിക്കാനും, ആ സുഹൃത്തിനോട് അല്ലെ, ഭഗവാന്റെ സുഹൃത്താണ്, ഉത്തമ സുഹൃത്താണ്. ഭോക്താരാം യജ്ഞതപസാം സർവ്വലോകമഹേശ്വരം, എല്ലാത്തിൻ്റെയും ഭോക്താവും ഭഗവാൻ തന്നെയാണ്. സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി നിർത്തി, എല്ലാവരുടെയും സുഹൃത്തും ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ നേരെ നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ ചിന്ത, നമ്മുടെ ഭാവം ഇതെല്ലാം തിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സംസാര സാഗരത്തിൽ നിന്ന്, ഈ ക്ലേശിക്കുന്ന ദുഃഖാലയം അശാശ്വതം, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യത്തെ പറ്റിയാണ് ഈ കാര്യം പറയുന്നത്. ആ വൃക്ഷത്തിന്റെ പഴം ചിലപ്പോഴത് സന്തോഷത്തിന്റെ പഴമാകാം, മറ്റു ചിലപ്പോൾ സന്താപത്തിന്റെ പഴമാകാം. ശരീരമാകുന്ന വൃക്ഷത്തിൽ പാർക്കുന്ന പക്ഷി അതിന്റെ പഴം തിന്നുമ്പോൾ മറ്റേ പക്ഷി അതിന് സാക്ഷിയായിട്ട് മാത്രം വർത്തിക്കുന്നു. അപ്പോൾ പരമാത്മാവ് ഇതെല്ലാം സാക്ഷിയായിട്ട് വർത്തിക്കുകയാണ്. ഒരുവൻ തൻ്റെ ഭൗതിക അസ്വസ്ഥത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാനും ഈ പഴത്തിന് 4 തരം രുചികളുണ്ട്, അല്ലെ? അപ്പൊ ഇതിനൊക്കെ ആ ഉള്ളിലുള്ള ധർമ്മ, അർത്ഥ, കാമം, ഒടുവിൽ മോക്ഷം, ഇതാണ് 4 തരം രുചി ഈ പഴത്തിന്റെ. അതായത് നമ്മൾ ഭക്ഷിക്കുന്ന ഈ നമ്മുടെ കർമ്മത്തിന്റെ 4 തരം രുചികളാണ്. ഏതൊക്കെയാണ്? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. അപ്പൊ ഇങ്ങനെയുള്ള ആ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷത്തിൽ നിന്ന് നമ്മൾ അതീന്ദ്രിയമായ പഞ്ചമ പുരുഷാർത്ഥമായ ഭക്തിയുത സേവനം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സത്വഗുണത്തിലേക്ക്, രജോ ഗുണത്തിൽ നിന്നും ഉയർന്ന് അതീന്ദ്രിയമായ ശുദ്ധമായ ഭക്തിയുത സേവനം ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ അറിവ് നേടി, ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് അറിവ് നേടിനേക്കാളും പ്രാധാന്യം ഈ കലിയുഗത്തിൽ ഭക്തിയുത സേവനം ചെയ്യണം. അതാണ് പ്രാധാന്യം. അതിനു വേണ്ടിയിട്ടാണ് നിത്യം ഭാഗവത സേവയാ സദാസേവ്യോ സദാസേവ്യോ ശ്രീമദ് ഭാഗവതീ കഥ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഭൗതിക പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം പരമാത്മാവ് തന്നെയാണ്. എല്ലാത്തിൻ്റെയും കാര്യകാരണം, സർവകാരണ കാരണം അല്ലെ ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാനാണ്. അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസവും
ഭഗവാന്റെ ലീലകളെ പറ്റി പറയണം, പഠിക്കണം. ആ കഥകളൊക്കെ നമ്മൾ ശ്രവണം ചെയ്യണം. പിന്നെന്താ, അങ്ങയുടെ പാദപത്മങ്ങളാകുന്ന തോണിയുടെ സഹായത്തോടെ അജ്ഞാനമാകുന്ന മഹാസാഗരത്തിന്റെ മറുകര പറ്റിയ പുണ്യാത്മാക്കൾ ആ തോണി അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ഇപ്പോഴും അത് ആ കരയിൽ തന്നെയുണ്ട്. ദേവന്മാർ ഇവിടെ ഒന്നാന്തരം ഒരു ഉപമ പ്രയോഗിച്ചിരിക്കുന്നു. നദിക്ക് അക്കരെ കടക്കാൻ ഉപയോഗിക്കുന്ന തോണി കടക്കുന്നയാളോടൊപ്പം മറുകരയിൽ എത്തുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഗുരുവാകുന്ന അല്ലെങ്കിൽ അങ്ങയുടെ പാദപത്മങ്ങളെ തോണിയുടെ സഹായത്തോടെ, അപ്പൊ തോണി എന്ന് പറയുന്നത് എന്താ, അജ്ഞാനമാകുന്ന മഹാസമുദ്രത്തിന്റെ മറുകര പറ്റിയ പുണ്യാത്മാക്കൾ ആ തോണി അവിടെ നിന്നും മാറ്റാതെ ഇപ്പോഴും അത് ഈ കരയിൽ തന്നെയുണ്ട്. ദേവന്മാർ ഇവിടെ ഒന്നാന്തരം ഒരു ഉപമ പ്രയോഗിച്ചിരിക്കുന്നു. നദിക്ക് അക്കരെ കടക്കാൻ ഉപയോഗിക്കുന്ന തോണി കടക്കുന്നയാളോടൊപ്പം മറുകരയിൽ എത്തുമെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ പിന്നെ ലക്ഷ്യപ്രാപ്തിക്ക് ശേഷം അദ്ദേഹം ആ തോണി ഇക്കരെ നിൽക്കുന്നവർക്ക് എങ്ങനെ ലഭ്യമാകും? അപ്പൊ ഗുരുവിന്റെ ആശ്രയത്തിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ആ തോണിയിലൂടെ നമുക്ക് മറുകരയിൽ എത്താൻ പറ്റുള്ളൂ. ദേവന്മാർ എന്താ തങ്ങളുടെ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നു, ഇപ്പോഴും ഇക്കരെ തന്നെ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഭവസാഗരത്തിന് മറുകരയിലെത്താൻ കഴിയും. സംസാര സാഗരത്തിൽ നിന്ന് മറുകര എത്താനുള്ള ഒരേ ഒരു വഴി ആണെന്ന് പറയുന്നത്. കാരണം യഥാർത്ഥ ഭക്തന്മാർ സ്വന്തം കാര്യം കഴിയുന്നതോടെ ആ തോണി ഒരിക്കലും എടുത്തു മാറ്റില്ല, അല്ലെ? മറ്റുള്ളവർക്കും അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, മറ്റുള്ളവരുടെ ദയാകാരുണ്യം, ആ കാരുണ്യമാണ് നമ്മൾക്ക് കിട്ടുന്ന സന്തോഷം. നമുക്ക് നാമജപത്തിലൂടെയും മറ്റുള്ള ഭക്തിയുത സേവനത്തിലൂടെയും കിട്ടുന്ന ആ സന്തോഷം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം എന്നാണ് എൻ്റെ തത്വം പറയുന്നത്. ആ തത്വത്തിലൂടെ ഭഗവത് പാദാരബന്ധങ്ങൾ മനസ്സിനെ ഏകാഗ്രമായിട്ട് നിർത്തി ആ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം അല്ലെങ്കിൽ നാമജപം 16 മാല നമ്മൾ ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആനന്ദം, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം, അങ്ങനെയുള്ള കാര്യത്തിലൂടെ നമ്മൾക്ക് നിത്യവും ഭഗവാനുമായിട്ടുള്ള ആ ഭക്തിയുത സേവനത്തിൽ, ഭക്തി സേവനത്തിന്റെ മാർഗത്തിലൂടെ പലതര തടസ്സങ്ങളും ഉണ്ടാകാം. എന്നാൽ കൂടി സ്വതന്ത്രമായിട്ട് നമുക്ക് തടസ്സങ്ങൾ അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ നമുക്ക് ഗുരുവിൻ്റെയും ചൈതന്യം പ്രഭുവിൻ്റെയും ഭഗവാന്റെയും കാരുണ്യം കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ മുതിർന്ന ഭക്തന്മാരുടെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സത്സംഗത്തിന്റെ മഹത്വം വളരെ പ്രയോജനകരമാണ്. കാരണം നമുക്ക് പല പല ജീവിത മാർഗത്തിലെയും പല തടസ്സങ്ങളും പല ക്ലേശങ്ങളും ഒക്കെ അനുഭവപ്പെടാം. അതാണ് കലിയുഗത്തിന്റെ പ്രത്യേകത. പക്ഷെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഗുരുവിന്റെ കാരുണ്യം കൊണ്ട്, അല്ലെങ്കിൽ ഗുരുവിന്റെ റെപ്രസെന്റേറ്റീവ്മാർ, അതായത് ഗുരു നമുക്ക് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. കാരണം ഈ വാണി രൂപേ വാപ്പു രൂപേ എന്നാണ്. അപ്പൊ വാണി, ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോളോ ചെയ്യുക. നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് കണ്ട് ഗുരുവിനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്നും പറയാൻ പറ്റിയില്ലെന്നിരിക്കും. പക്ഷെ ഗുരുവിന്റെ വാണി നമ്മൾ പല പല കാര്യങ്ങളിലൂടെയും മുതിർന്ന ഭക്തന്മാരിലൂടെയൊക്കെ നമുക്ക് കേട്ടറിഞ്ഞ് ഇതേ കാര്യത്തിലേക്ക് വരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പിന്നെ ലക്ഷ്മി വല്ലഭ എന്ന് പറയുന്നുണ്ട്. എല്ലാത്തിനും അങ്ങയോട് ഒട്ടി നിൽക്കുന്ന ഭക്തന്മാർക്ക് അവരുടെ ഉന്നത വിധാനത്തിൽ നിന്ന് നിർവിഘ്നവാദികളെ പോലെ പതനം സംഭവിക്കില്ല. അപ്പൊ ഭഗവാനെ സാക്ഷാത്കരിച്ച അല്ലെങ്കിൽ ശരണം തേടുന്ന ഭക്തന്മാരെ നമേ ഭക്ത പ്രണശ്യതി, ഭക്തന്മാർക്ക് ആശ്രയമായിരിക്കുന്ന ഭഗവാന് എപ്പോഴും വിലങ്ങുതടിയായി നിൽക്കുന്ന മായയുടെ ശക്തിക്ക് മീതെ ചാടിക്കടക്കാൻ അങ്ങയുടെ സംരക്ഷണത്തിലുള്ളവർക്ക് നിഷ്പ്രയാസം സാധിക്കും. അതാണ് ഭക്തന്മാരായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എവിടെയാണ് ഭക്തിയുത സേവനം, എവിടെയാണ് സത്സംഗം ഉള്ളത്, അല്ലെ എവിടെയാണ് പ്രസാദം കിട്ടുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ വളരെ ചുരുക്കമായിട്ടുള്ള അതിലേ കഴിക്കാറുള്ളൂ. പക്ഷെ നമ്മൾക്ക് എന്താ പ്രസാദം നമുക്ക് ഭഗവാൻ അർപ്പിച്ച പ്രസാദം കിട്ടുമ്പോൾ അത് നമുക്ക് കഴിക്കാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ ഉണ്ടാക്കി തരികയും അതിലൂടെ നമുക്ക് അങ്ങനെ നമ്മുടെ 4 ആശ്രമങ്ങൾ, ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, ഗൃഹസ്ഥൻ, ഇങ്ങനെയുള്ള ഭഗവാന്റെ കാര്യങ്ങളെ പറ്റിയും ചാതുർവർണ്ണ്യം, മയാസൃഷ്ടം, ഗുണകർമ്മ വിഭാഗശ, ഈ അനുഷ്ഠാനങ്ങളിലെ കൂടെ നമുക്ക് ഭൗതിക ലോകത്തെ ജീവാത്മാക്കളുടെ മുഴുവൻ ക്ഷേമത്തിനായിട്ട് വേണ്ടി നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. ഒരാൾക്ക് കുറച്ച് കാശോ പണമോ മറ്റുള്ള കാര്യങ്ങളോ കൊടുക്കുന്നതിനേക്കാളും ഉപരി അതിനേക്കാളും അവൻ്റെ ജീവൻ രക്ഷിക്കുന്ന ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആ മന്ത്രം അല്ലെങ്കിൽ നാമപ്രചരണം, അതാണ് നമുക്ക് വേണ്ടത് കലിയുഗത്തിൽ. നാമപ്രചരണം, ഭഗവത്ഗീത വിതരണം, ശാസ്ത്രങ്ങൾ വിതരണം, നമ്മുടെ മഹാശാസ്ത്രമായിട്ടുള്ള ആ ഭഗവത്ഗീത വിതരണം,
ഇതെല്ലാമാണ് നമുക്ക് കലിയുഗത്തിൽ വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ, ധർമ്മം എന്ന് പറയുന്നത്. പിന്നെന്താ, ഭഗവാൻ വിഭിന്ന അവതാരങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സന്ദർഭാനുസരണം വിവിധ നാമരൂപങ്ങൾ അങ്ങ് കൈക്കൊള്ളുന്നു. സർവാകർഷനായതുകൊണ്ട് അങ്ങയുടെ പേര് ഭഗവാൻ കൃഷ്ണൻ തന്നെയാവുന്നു. അങ്ങയുടെ അതീന്ദ്രിയമായ സൗന്ദര്യം കാരണമാണ് അങ്ങേ ശ്യാമസുന്ദരൻ എന്നറിയപ്പെടുന്നത്, അല്ലെ? ശ്യാമം ഹിരണ്യപരിധിയും വനമാല, നിങ്ങളറിയാവുന്ന ഭഗവാന്റെ രൂപവർണ്ണന ഏതൊക്കെയാ? ശ്യാമം ഹിരണ്യപരിധിയും വനമാല വംശിം. ആ ശ്യാമസുന്ദരൻ ഭഗവാൻ കറുത്തതാണ്. എന്നിട്ടും ആളുകൾ പറയുന്നു അങ്ങ് അസംഖ്യം കാമദേവന്മാരെക്കാൾ സുന്ദരനാണെന്ന്, അല്ലെ? എത്രയോ സുന്ദരനാണ്. ആ സുന്ദരനായിട്ടുള്ള ആ കാർമേഘ വർണ്ണനായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോഴും അതീന്ദ്രിയ നിരപേക്ഷ പുരുഷനാകയാൽ കാമദേവന്റെ സൗന്ദര്യത്തെക്കാൾ 1000 മടങ്ങ് ആകർഷകനാണ് ഭഗവാൻ എന്ന്, അല്ലെ? ഗുരുവായൂരപ്പന്റെ ചാർത്ത് നമ്മൾക്ക് എപ്പോഴും കാണാവുന്ന എത്രയോ സുന്ദരമായ മുഖമാണ്. നമ്മുടെ ദുഃഖങ്ങളെയെല്ലാം അകറ്റാനുള്ള ഒരേ ഒരു ഭഗവാന്റെ ആ പുഞ്ചിരി കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഭഗവാന്റെ പുരികക്കൊടികൾ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നമ്മൾ കാണുമ്പോൾ, ദർശിക്കുമ്പോൾ നമുക്ക് എല്ലാ ഈ ദുഃഖങ്ങളും അകറ്റാനുള്ള ഒരേ ഒരു വഴി ഭഗവാന്റെ ആ മന്ദസ്മിതം ആണ്. ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പിതാംബരങ്കര വിരാജ ചക്രശങ്ക കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദര മന്ദഹാസം പാതാരേശമനിശം ഹൃദിഭാവയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് എന്നും കാണാനും, ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് നമുക്ക് വന്നു വസുദേവനും നന്ദനും ഭൗതിക നിരീക്ഷകന്റെ നിലയിൽ നിന്നുകൊണ്ട് അങ്ങയെ കാണുന്നത് അതെല്ലാം നമുക്ക് വളരെ അല്ല. പക്ഷെ വിവിധ നാമരൂപങ്ങൾ കേശവ, കൃഷ്ണ, മുകുന്ദ, ഗോവിന്ദ, ഗോപാല, ശ്യാം സുന്ദര, രാധാകൃഷ്ണ, അങ്ങനെ പല പല നാമരൂപ ഗുണങ്ങൾ നമുക്ക് അറിയാനും, അങ്ങനെ ഈ ഊഹാഭോഗങ്ങളിൽ നിന്ന് മുഴുകാതെ സത്യസന്ധതയുടെ ഭഗവാന്റെ ഹാസം ഹരേരു വനതാകില ലോകസാര, ഈ ഭഗവാന്റെ ആ പുഞ്ചിരി കണ്ടാൽ മാത്രം മതി ഭഗവാനെ നമുക്ക് ഭഗവാന്റെ ശരണാഗതിയിൽ എത്തിപ്പെടാനുള്ള ആ വഴി ഭഗവാൻ ഒരുക്കി തരും. ഭഗവാന്റെ രൂപം, നാമം അഭിന്നമാണെന്നും ഭക്തിഹീനർക്കോ നിർവ്യക്തിവാദികൾക്കോ അറിയാൻ കഴിയില്ല. ഭഗവാൻ നിരപേക്ഷകനായാൽ അദ്ദേഹത്തിന്റെ നാമത്തിനും യഥാർത്ഥ രൂപത്തിനും യാതൊരു വ്യത്യാസവുമില്ല, അല്ലെ? കലികാലത്തിൽ ഭഗവാൻ കലികാലേ നാമരൂപേ കൃഷ്ണാവതാർ എന്നാ പറഞ്ഞത്. കലിയുഗത്തിൽ ഭഗവാൻ നാമാവതാരമായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ഭൗതിക ലോകത്തിൽ നാമരൂപങ്ങൾ ഭിന്നങ്ങളാണ്. മാമ്പഴം എന്ന ഫലം മാമ്പഴം എന്ന വാക്കിൽ നിന്ന് ഭിന്നമാണ്, അല്ലെ? മാമ്പഴം 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 എന്ന് ജപിച്ചാൽ ഒരാൾക്ക് മാമ്പഴം രുചിക്കാനാവില്ല. പറ്റുമോ? എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ നാമവും രൂപവും തമ്മിൽ ഭേദമില്ലെന്ന് അറിയുന്ന ഭക്തൻ എന്താണ്? ഭഗവാന്റെ നാമം ജപിച്ചാൽ, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിച്ചാൽ മാത്രമേ എപ്പോഴും കൃഷ്ണനോടൊപ്പമാണെന്ന് സത്യം സാക്ഷാത്കരിക്കാൻ പറ്റും എന്നാണ്. സതതം കീർത്തയന്തോമ യതന്തൃഢാവൃത സമസ്യന്തശമാം ഭക്തിയ നിത്യയുക്ത ഉപാസത. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഭഗവാനെ കുറിച്ചുള്ള നിരപേക്ഷ ജ്ഞാനത്തിന്റെ മാർഗത്തിൽ അധികമൊന്നും പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്കും ഭഗവാൻ കൃഷ്ണൻ തൻ്റെ അതീന്ദ്രിയമായ ലീലകൾ കാണിച്ചു കൊടുക്കും. ഭഗവാന്റെ ലീലകളെ കുറിച്ച്, അതീന്ദ്രിയമായ നാമരൂപങ്ങൾ തമ്മിൽ ഭേദമില്ലാത്തതിന് അദ്ദേഹത്തിന്റെ അതീന്ദ്രിയമായ രൂപലീലകൾ തമ്മിൽ അന്തരമില്ല. ഭഗവാനും ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ നാമവും ഭഗവാന്റെ രൂപവും ഭഗവാന്റെ പാരിഫർണേലി എന്ന് തന്നെ പറയാം, അതൊന്നുമായിട്ട് വ്യത്യാസമില്ല. അതെല്ലാം ഇതിൽ ഉൾപ്പെട്ടതാണ് എന്നാ പറയുന്നത്. അല്ലെങ്കിൽ അതെല്ലാം ഭഗവാന്റെ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ സാഹിത്യാവതാരാണ്. എല്ലാം നമ്മൾ ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലത്ത് നമ്മൾ ഓടിച്ചെന്ന് തൊഴുതാൽ മാത്രമേ നമുക്ക് ഭഗവത് സായുജ്യം അടയാൻ, അല്ലെങ്കിൽ ഭഗവാനെ ഇരിക്കാൻ പറ്റുമല്ല. നമ്മുടെ വീട്ടിൽ തന്നെ വിളക്ക് വെച്ച് ഭഗവാൻ വേണ്ട കാര്യങ്ങളൊക്കെ രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമ്യം സുസുഖം കർത്തുമവ്യം, വളരെ സുഖകരമായിട്ട് അനുഷ്ഠിക്കാവുന്ന കാര്യങ്ങളാണ്. ഭഗവാന്റെ ഗുരുപരമ്പര, ഗുരുക്കന്മാരുടെ ഫോട്ടോ വയ്ക്കുക, അതിനോടൊപ്പം ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പരമദീപോത്തമ പുരുഷനാണെന്നുള്ള ആ ഒരു ഓർമ്മയോടും ആ ഒരു ശക്തിയോടും ആ ഒരു മനസ്സോടും കൂടി ഭഗവാനെ പൂജിക്കുകയും, രാജവിദ്യയാണിത്, കിങ് ഓഫ് ദി നോളജ് എന്ന് പറയും. രാജവിദ്യ രാജഗുഹ്യം, വളരെ സീക്രട്ട് ആയിട്ടുള്ള രഹസ്യമാണ് അർജുനനോട് ഉപദേശിക്കുന്നത്. പിന്നെന്താ, വളരെ പവിത്രമാണ്. പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമ്യം സുസുഖം കർത്തുമയും,
വളരെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഭഗവാനെ പൂജിക്കാനും ഭഗവാനെ തിരിച്ചറിയാനും പറ്റും അല്ലേ. നമ്മൾ രാവിലെ എണീറ്റോ അതീന്ദ്രമായ നാമസങ്കീർത്തനത്തിലൂടെ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അല്ലാതെ നമ്മൾ ഒറ്റയ്ക്കോ ഇരുന്ന മെഡിറ്റേഷൻ 2 മണിക്കൂറുള്ള നാമജപത്തിലൂടെ നമുക്ക് ഭഗവത് വായന നാമജപം ഇതിലൂടെ നമുക്ക് ഭഗവാനെ തിരിച്ചറിയാൻ പറ്റും അല്ലേ. തിരക്കുള്ള സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഒഴിവാക്കാം. എപ്പോഴും ഭഗവാന്റെ ആ മുഖം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ചില സമയങ്ങളിൽ നമുക്ക് അതിനൊന്നും പറ്റാത്ത സമയങ്ങളിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്ത് ഭഗവത് സായുജ്യം അടയാൻ പറ്റും അല്ലെ. പിന്നെ അതിനു വേണ്ടിയിട്ടാണ് പിന്നെന്താ ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ചിന്തിച്ച് പൂർണ്ണമായ നേട്ടം അവർക്ക് കൈവരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അതീന്ദ്രിയമായ നാമരൂപങ്ങൾ തമ്മിൽ ഭേദമില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയമായ രൂപലീലകൾ തമ്മിലും ഭഗവാന്റെ ലീലകളും അവന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. സ്ത്രീകൾ, വൈശ്യർ, ശൂദ്രർ അതാണ് അല്പബുദ്ധികൾ അല്ലെ. കലോ ശൂദ്രേ ഇതെല്ലാം അല്പബുദ്ധികളാണ്. മഹർഷി വേദവ്യാസൻ മഹാഭാരതം എഴുതി, അത് നമുക്കറിയാവുന്നതാണ്. വേദവ്യാസൻ മഹാഭാരതം എഴുതി, മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുതി. പക്ഷെ എന്താ എഴുതിയിട്ടും നാരദമുനി എന്താ വന്ന് പറഞ്ഞത്? നാരദമുനിയോട് വളരെ എന്നിട്ടും എനിക്ക് വേദവ്യാസൻ പറയുകയാണ്, എനിക്ക് ആ ഒരു ശരിയായിട്ടുള്ള ക്ലേശമാണ്, ഇപ്പോഴും സന്തോഷമില്ല. അതീന്ദ്രിയ കർമ്മങ്ങളെക്കുറിച്ച് ഭഗവാനെ കുറിച്ച് വായിക്കുക, അതിൻ്റെ ഭഗവാന്റെ ലീലകൾ എഴുതുകയോ ഒന്നും വേദവ്യാസം ചെയ്തില്ല. അപ്പോൾ നാരദമുനി എന്താ പറഞ്ഞത്? ഈ ഭഗവാന്റെ ലീലകളെ പറ്റി അല്ലെങ്കിൽ ഭക്തന്മാരുടെ ലീലകളെ പറ്റി കേൾക്കുകയും ഹൃദ്യസ്ഥമാക്കുകയും അതിനെപ്പറ്റി രചിക്കുകയും ചെയ്യാനാണ് വേദവ്യാസനോട് ഉപയോഗിച്ചത്. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം രചിക്കുകയും അങ്ങനെ നാരദമുനിക്ക് ഉപദേശപ്രകാരം ശ്രീമദ് ഭാഗവതം രചിക്കുകയൊക്കെ ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾക്ക് നിർമ്മല ഭക്തന്മാരുടെ സത്സംഗത്തിലൂടെ, നാരദമുനിയെ പോലുള്ള ആ സത്സംഗത്തിലൂടെ ആ ശൃംഖലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു പരമമായ ഗുരു ശൃംഖലയിൽ കൂടിയാണ് നമുക്ക് അതീന്ദ്രമായ ഈ ശുദ്ധഭക്തി സേവനം അനുഷ്ഠിക്കാനും ഉള്ള അവസരം ഈ കലിയുഗത്തിൽ നമുക്ക് കിട്ടിയത്. അപ്പൊ നിസ്സാര കാര്യം അല്ല, ഇത് അമൃതാണ്. അപ്പൊ ഇതെല്ലാവരും പാനം ചെയ്യണം വേണ്ട വിധത്തിൽ. ആ ഭഗവത് പാതാരന്ധങ്ങളെ കുറിച്ച് സ്മരണയിൽ സദാ മൊഴിയിരിക്കുന്ന തികഞ്ഞ കൃഷ്ണാവോധത്തിൽ ഭഗവത് ഭക്തി സേവനത്തിൽ നിരതരാകണമെന്നാണ് പറയുന്നത്. അപ്പൊ നിർമ്മല ഭക്തന്മാരെ ഒരിക്കലും ഭൗതിക ലോകത്ത് ജീവിക്കുന്നവരായി കണക്കാക്കാൻ പാടില്ല. അതെ, നമ്മുടെ ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ, അങ്ങനെയുള്ളവരൊന്നും രൂപഗോസ്വാമിയെ പറ്റിയുള്ള എന്താ ഷഡ്ഗോസ്വാമി അഷ്ടകത്തിൽ പറയുന്നുണ്ട് അല്ലേ. ഗോസ്വാമിമാരെ നമ്മൾ വളരെ അറിയണം, അവരുടെ ശാസ്ത്രങ്ങളെ പറ്റി അറിയണം. ഭഗവത്ഗീതയൊക്കെ സ്ഥിരീകരിച്ച് നമുക്ക് കലിയുഗത്തിൽ തന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ അനുഷ്ഠിക്കണം എന്ന് പറയുന്നുണ്ട്. ഭക്തന്മാർക്കും ഭക്തിഹീനർക്കും ഒരുപോലെ എന്നാണ് പറഞ്ഞത്. അതെ, അതാണ് കൃപയുണ്ടത്. ആ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ആ മാധുര്യ പ്രേമരസം നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണ്? ഭക്തന്മാർക്കും ഭക്തിഹീനർക്കും ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ, സമോഹം സർവഭൂതേഷു, എനിക്ക് എല്ലാവരോടും ഒരുപോലെയാണ്. നമോദ്ദേശം അസ്തിന പ്രിയ, എനിക്ക് ആരോടും പ്രത്യേകിച്ച് ഇഷ്ടമോ ദേഷ്യമോ പിണക്കമോ ഒന്നുമില്ല. പക്ഷെ എന്താ പറയണേ? ഹേ ഭജന്തിയത് മാം ഭക്ത്യ, എന്നെ ആര് ഭജിക്കുന്നു, എൻ്റെ നാമം ആര് ജപിക്കുന്നു, എൻ്റെ വ്രതങ്ങൾ ആരനുഷ്ഠിക്കുന്നു, എനിക്ക് പത്രം പുഷ്പം ഫലം ആര് തരുന്നു അല്ലേ. നമ്മളെന്നും ഭഗവാന്റെ പത്രം പുഷ്പം ഫലം തോയോ ഒക്കെ ഭഗവാന് കൊടുക്കുന്നുണ്ട്. ആർപ്പിച്ച പ്രസാദം നമ്മൾ പ്രസാദമായിട്ട് കഴിക്കുന്നു. ഇതൊക്കെ ആര് ചെയ്യുന്നു? ഹേ ഭജന്തിയത് മാം ഭക്തിയ മയി തേത്തേഷു ചാപ്യഹം. അങ്ങനെ ആ ഭജിക്കുന്നവരെ ഞാൻ എപ്പോഴും എന്നോട് അല്പം അല്ലെങ്കിൽ എനിക്ക് അല്പം ഒറ്റ സുഹൃത്തുക്കളായിരിക്കും, എന്നോട് കൂറുള്ളവരായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് കൂറുണ്ടാവും അവരോട്. ആ ഭക്തന്മാരാണ്. അതാണ് ഭക്തന്മാർക്കും ഭക്തിഹീനന്മാർക്കും ഒരുപോലെ ജീവിതത്തിന്റെ അത്യന്ത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഒരു അവസരം നൽകുകയാണ്. അപ്പൊ ഭക്തനായിട്ടുകൊണ്ട് മാത്രമല്ല അഭക്തന്മാർക്കും കിട്ടും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ പലരും ഭക്തന്മാരും ചർച്ച ചെയ്യുന്നതാണ്, ഞങ്ങളിതുപോലെ നാമം ജപിക്കുന്നുണ്ട്, ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് നമ്മളെക്കാളും കൂടുതൽ നല്ല രീതിയിൽ അവർ സന്തോഷകരമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയും അല്ലേ. പക്ഷെ എന്താ, അതിനെല്ലാത്തിനും കാര്യകാരണക്കാരൻ നമ്മുടെ പൂർവ്വജന്മ ഹൃദയപാപം, പൂർവ്വജന്മത്തിൽ അനുഷ്ഠിച്ചിരുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്കിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം കൂടെ ഓർക്കണം. അപ്പൊ ആ ഭക്തന്മാർക്കും ഭക്തിഹീനർക്കും ഒരുപോലെ ജീവിതത്തിന്റെ അത്യന്തിക ലക്ഷ്യം സാധിക്കാൻ പറ്റും. അതാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ എന്തോ ഒരു സ്പെഷ്യൽ ഒരു കാര്യം നമുക്ക് ഭക്തന്മാർക്ക് തരും ഭഗവാൻ. അതാണ് ആ ഉത്തമ സുഹൃത്താകുക എന്ന് പറയുന്നത്. അതെങ്ങനെയാകും? മേക്ക് ടു ഡിയർ ആൻഡ് ഡിയർ ടു കൃഷ്ണ. ഡിയർ ആൻഡ് ഡിയർ, അതാണ് എപ്പോഴും നമ്മൾ സത്സംഗത്തിലൂടെയും നാമജപത്തിലൂടെയും ഭഗവാനെ നമ്മൾ തസ്യാഹം സുലഭം പാർത്ത എന്നാണ് പറയുന്നത്. വളരെ സുലഭമായിട്ട് നമുക്ക് ഭഗവാനെ കൊണ്ടു നടക്കാനും ഭഗവാനെ അറിയാനും ഭഗവാന്റെ ലീലകൾ അറിയാനും ഒക്കെ സാധിക്കും. അതുപോലെ നമുക്ക് ആ തിരിച്ചറിവ് കിട്ടിയാൽ നമുക്ക് ഭഗവത് പ്രാപ്തി അല്ലെങ്കിൽ പരമാത്മാവിനെ അല്ലെങ്കിൽ പരമാത്മാവിനെ നമ്മൾ അല്ലെങ്കിൽ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യുവാണെങ്കിൽ, നമുക്ക് കൂടുതൽ തിരിച്ചറിവ് കിട്ടുവാണെങ്കിൽ
നമുക്ക് എല്ലാ തടസ്സങ്ങളും ഭക്തിയുത സേവനത്തിലും ഭൗതികമായ കാര്യങ്ങളും ഒരു പ്രശ്നം ഉണ്ടാകില്ല. അത് ഭഗവാൻ ഗ്യാരണ്ടി പറയുകയാണ്. പക്ഷെ നമുക്ക് വിശ്വാസത്തോടെ ഭഗവത് സേവനം ചെയ്യാനുള്ള ഒരു അർപ്പണ മനോഭാവത്തോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാനാണ് ആ പരമാത്മാവ് ധാർമ്മികമായിട്ടുള്ള രക്ഷയ്ക്കായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, നിന്റെ രക്ഷയ്ക്കായിട്ടാണ് ഞാൻ അവതരിക്കുന്നതും ഈ ലീലകളൊക്കെ പറയുന്നതും പാടുന്നതും ഒക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടേതായിട്ടുള്ള ഒന്നും നമുക്ക് സ്വന്തമല്ല ഈ ലോകത്ത്, അല്ലേ? നമ്മൾ കുറച്ച് ടെമ്പററി ഓണർഷിപ്പാണ്. ഇതെല്ലാം ഉപേക്ഷിച്ചു പോകേണ്ട സമയം എപ്പോഴോ വരുന്നു. അതിലൂടെ നമുക്ക് തിരിച്ചറിവ് കിട്ടണം. ഏതാണ്? ശാസ്ത്രങ്ങൾ പഠിക്കുക, നാമം ജപിക്കുക, ഭഗവത് സേവനങ്ങൾ ചെയ്യുക. അപ്പൊ ഇതിലൂടെ ഭഗവാൻ ഭക്തജനങ്ങളുമായിട്ടുള്ള ആനന്ദകരമായ കൂടിക്കാഴ്ചയാണ് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ഭഗവാൻ അവതരിച്ച് വന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടിക്കാഴ്ച കിട്ടുമെന്ന് ഈ ജന്മത്തിൽ വിചാരിക്കണ്ട. ഭഗവാനെ കാണണം, അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ഭക്തന്മാരുടെ ആയിട്ടുള്ള ഭഗവാൻ തിരമാലകളെ കൂട്ട് അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ ഒരു ഭക്തൻ നമ്മളോട് ഒരു കാര്യം പറയുന്നു, അത് ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ അംശമാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ പലരും പറയുന്നതാണ്, നമുക്ക് പ്രസാദം കിട്ടിയില്ല, ഏതോ ഒരു ഭക്തൻ വിളിച്ചു തന്നു. പക്ഷെ നമ്മുടെ ആ കണക്ഷൻ, ഭഗവാനായിട്ടുള്ള കണക്ഷൻ ആ ഒരു വ്യക്തിയെ പ്രലോഭിപ്പിച്ച് നമുക്ക് ആ പ്രസാദം തരികയാണ്. അതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പിന്നെന്താ, ഭക്ത സംരക്ഷണം, ദുഷ്ടസംഹാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതീന്ദ്രിയമായ ആനന്ദം കൊണ്ട് നമുക്ക് ഭഗവാന്റെ ഒരു കാരണവുമില്ലാതെ നമുക്ക് പലരെയും നമുക്ക് ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു കാരണവുമില്ലാതെ ഭഗവാനെ ശിക്ഷിക്കുന്നുണ്ട്, അല്ലേ? അതെന്താ? അവൻ ചെയ്തിരിക്കുന്ന പൂർവ്വകർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനെല്ലാത്തിനും ഭഗവാൻ യദുവംശത്തിലെ സർവശ്രേഷ്ഠനായിട്ട് അവതരിക്കുന്നതും അങ്ങയുടെ തൃപ്പാദങ്ങൾക്ക് ഞങ്ങളുടെ ആദരണീയം വിനയപുരസമായ പ്രണാമങ്ങൾ മത്സ്യമായും അംശമായും പൂർവമായും നരസിംഹമായും ശ്രീരാമചന്ദ്രമൂർത്തിയായും പരശുരാമനായും മറ്റു പല തരത്തിലും നമ്മളോട് ഈ അവതാരങ്ങളൊക്കെ കാണിച്ച്, ഈ അവതാര ലീലകളൊക്കെ കാണിച്ച്, ഇന്നാണെങ്കിൽ ഗുരുവായൂരമ്പലത്തിൽ മത്സ്യാവതാരമായിരുന്നു. ഓരോരോ അവതാരങ്ങൾ ഇങ്ങനെ കാണിച്ച് ഭക്തന്മാരെ ആകർഷിക്കുവാണ്. എങ്ങനെയാ? കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആകർഷണീയൻ. അപ്പൊ കൃഷ്ണനെ ആകർഷിക്കാനുള്ള ഒരേ ഒരു വഴി ഭഗവാൻ പല രൂപത്തിലും പല അവതാരങ്ങളും പല നാമത്തിലും ഒക്കെ നമ്മുടെ കൃഷ്ണ, കേശവ, അനന്ത, മുകുന്ദ, ഗോപാല ഇതൊക്കെ വിളിച്ച് ഭക്തന്മാരെ ആകർഷിപ്പിക്കുകയാണ്. ഇതൊക്കെ ചെയ്യണത് എന്തിനാ വേണ്ടിയിട്ടാ? എല്ലാവരും രക്ഷിക്കാനായിട്ട്. ആ അവതാരത്തിൽ കൂടി എല്ലാ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും ഒക്കെ മാറ്റി ഭക്തിയുത സേവനത്തിനും അതിലൂടെ നമുക്ക് കൂടുതൽ ജീവിതത്തിലുള്ള ആ ഒരു ആനന്ദമയം, ചിത്തത്തിൽ ആനന്ദം വരണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നിർവാപനം ശ്രേയാ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവതൂർജീവനം ആനന്ദാംബുതിവർദ്ധനം പ്രതിപദം. ഓരോ ദിനത്തിലും നമുക്ക് ആനന്ദവും മനസ്സിന് ചിത്തത്തിൽ ആനന്ദം വരണമെന്നുണ്ടെങ്കിൽ എന്താ? ഓരോ നിമിഷവും, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആ മനസ്സെപ്പോഴും പല പല ചിന്തകളിലും പല പല കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും. ഫലങ്ങളും പുഷ്പങ്ങളും അല്ലെങ്കിൽ ആ ഒരു രുചി, നാമരുചി, അല്ലെങ്കിൽ ഭഗവാന്റെ നോട്ടത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വർഷങ്ങളായിട്ട് നമുക്ക് അടിഞ്ഞുകൂടിയിട്ടുള്ള ആ പൊടിപടലങ്ങളൊക്കെ മാറ്റി ഇങ്ങനെയുള്ള ഒരു അനുഷ്ഠാനമായിരിക്കണം ഉണ്ടാകേണ്ടത്. ശുദ്ധീകരിക്കുന്ന ആ ജനന മരണ പ്രവൃത്തിയുടെ അഗ്നിയെ ശമിപ്പിക്കുന്നതിനുമായിട്ടുള്ള ശ്രീകൃഷ്ണ സങ്കീർത്തനം മാത്രം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. അതാണ് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനോ തം നമാമിം ഹരിംപരം. അപ്പൊ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ കിരണങ്ങൾ വിതറുന്നതാണ് ഇതൊക്കെ. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ആ ശുദ്ധമായിട്ടുള്ള ഭക്തിയുത സേവനം, ആ ഒരു അതിലൂടെ മാത്രമേ, നാമജപം കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ ശ്രവണം കീർത്തനം കൊണ്ട് മാത്രമേ നമുക്ക് ഈ ചിത്തം ശുദ്ധിയാക്കപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ അതിലൂടെ നമുക്ക് അത് എല്ലാ ആധ്യാത്മിക ജ്ഞാനത്തിന്റെയും ജീവനാകുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിലൊക്കെ നമുക്ക് ആ ദിവ്യ അമൃതം, ഇതൊക്കെ ഈ അമൃത് നമുക്ക് വേണ്ടുവോളം പാനം ചെയ്യുക. അതിനാണ് സത്സംഗം മാത്രം, ഒന്നുകൊണ്ട് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. പിന്നെന്താ, നമ്മളെപ്പോഴും ആ പരിശുദ്ധ നാമത്തിന് മാത്രം ഭഗവാന്റെ പല പല പേരുകൾ പറയുമ്പോൾ നമുക്ക് ആ എളിമ നിറഞ്ഞിട്ടുള്ള ഭഗവാനോടും ഭക്തന്മാരോടും ഒരു എളിമ നിറഞ്ഞ ആ ഒരു മനോഭാവമായിരിക്കണം. അല്ലെങ്കിൽ ഞാനെന്ന അഹങ്കാരം മാറ്റി ഉള്ളിലുള്ള ആ കാമക്രോധ ലോഭ മത മാത്സര്യങ്ങളെല്ലാം മാറ്റി
ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ സാധ്യമായ അതീന്ദ്രിയമായ ശുദ്ധമായിട്ടുള്ള ഭക്തിയുത സേവനം ചെയ്യണം, അല്ലേ? നമ്മൾ എന്ന് വേണ്ടിയിട്ട് രാവിലെ നാമം ജപിക്കണം, ഭഗവാനെ ആരതി ചെയ്യണം. ഭഗവാൻ ആ രൂപമുള്ളവനാണ്, ശ്യാമസുന്ദര രൂപമാണ്, ഗുരുവായൂരപ്പനാണ്. പല പല അലങ്കാരങ്ങൾ ചേർക്കണം, പത്രം പുഷ്പം സമർപ്പിക്കണം. ഇതെല്ലാം നമ്മുടെ ധർമ്മമാണ്. ഈ ധർമ്മം ഭാഗവതം പഠിക്കണം. ഇങ്ങനെ ആ എളിമ നിറഞ്ഞ മനാവസ്ഥയുടെ അതെല്ലാം എൻ്റെ കഴിവുകൊണ്ടാണ് എന്നുള്ള ആ ചിന്ത വന്നു കഴിഞ്ഞാൽ എല്ലാം നശിച്ചു. അപ്പൊ ആ മാനസികാവസ്ഥയുടെ തൃണത്തേക്കാൾ എളിയവനായിരിക്കണം, അല്ലേ? എന്ന ചിന്തയോടെ ഭഗവാന്റെ പരിശുദ്ധ നാമം ഉച്ചരിക്കുകയും ആ മിഥ്യാവബോധം ഒട്ടും ഉണ്ടാകരുത്. ആ മിഥ്യാവബോധമൊന്നും ഇല്ലാതെ ആ അഹങ്കാരം, ഉള്ളിലുള്ള അഹങ്കാരത്തേക്ക് എടുത്തു മാറ്റി ആ സഹിഷ്ണുത, അതാണ് തൃണാദവി സുനീചേന തരോരവി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. അതാണ് ഒരു പുല്ല് അല്ലെങ്കിൽ വൃക്ഷം എന്തെല്ലാം മഴയും വെയിലും ഒക്കെ കൊള്ളുന്നുണ്ട്, അത് അത്രയും ആ പുല്ലിനേക്കാളും എളിമയുള്ളവരായിരിക്കണം. ആ ഒരു ബഹുമാനം, നമുക്ക് ബഹുമാനം ആർജിക്കാനല്ല, നമുക്ക് മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കണം, അല്ലേ? ആ ഒരു മാനസികാവസ്ഥയിൽ ഭഗവാന്റെ പരിശുദ്ധ നാമം നിരന്തരമായി ജപിച്ചാൽ മാത്രമേ ഭഗവാൻ സർവശക്തനായ ദൈവമേ എന്നും പ്രാർത്ഥിക്കണം. എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല, സമ്പൽ സമൃദ്ധിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല ആഗ്രഹം. നമ്മുടെ ഹൃദയത്തെ അലങ്കരിക്കുന്ന ആ പരമാത്മ തത്വത്തെ അറിയുവാനും ആധ്യാത്മികമായിട്ടുള്ള ആധ്യാത്മിക പുംസ എന്ന് പറയുന്നത്. ഇതാണ് യോഗ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ശരീര ശുദ്ധത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശരീരമായിട്ടുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ടോ അല്ല. എന്താണ് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചാൽ മാത്രമേ പരമാത്മാവിനെ അലങ്കരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അതാണ് പറഞ്ഞത്, പ്രിയ ഭഗവാൻ ഓരോ അവതാരങ്ങളും ഇതുപോലെ ചെയ്യുന്നതും ജീവിതത്തിന് വിലങ്ങുതടിയായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നീക്കിത്തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിലങ്ങുതടിയാണ് ഉള്ളതെന്നും ഇനി ജീവിക്കുമ്പോൾ ഉള്ളതെന്നും ഒക്കെ ഭഗവാൻ അറിയാം. അതെല്ലാം മാറ്റാൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഈ പ്രക്രിയയിലൊക്കെ നേഹാവിക്രമൻ ആശ്വസ്തി പ്രത്യുവായന സ്വൽപ്പതേ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോപയാത്. കുറച്ച് ഭക്തിയുത സേവനം ഡെയിലി ചെയ്യണം. എല്ലാവരും ഒരേപോലെ ഭക്തന്മാരായിരിക്കണമെന്നില്ല, കാരണം കലിയുഗത്തിന്റെ വിശേഷമാണ് അതൊക്കെ. പക്ഷെ നമ്മൾ നിരന്തരം ആ വിശ്വാസത്തോടു കൂടി ഭഗവാനെ സേവിക്കണം. ഭഗവാന്റെ ശക്തിയിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നതെന്നും ഭഗവാന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ നടക്കുന്നതും ചിരിക്കുന്നതും നമ്മുടെ ശാശ്വതമായ നമുക്ക് ആഹാരം കിട്ടുന്നതും നമുക്ക് വെള്ളവും വെളിച്ചവും കിട്ടുന്നതും എല്ലാം ഭഗവാന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഭഗവാൻ എപ്പോഴും ആ ഒരു താങ്ക്സ്, അതിന് നമ്മൾ നാമം ജപിക്കുക, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക. ആ പരമാത്മാവ് ധാർമ്മികമായിട്ടുള്ള ആ യദുവംശത്തിന്റെ രക്ഷയ്ക്കായി ഭഗവാൻ അവതരിച്ചും എന്ന് പറഞ്ഞിട്ടില്ലേ, അതേപോലെ തന്നെയാണ് നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ എപ്പോഴും ഉണ്ടാവും. നമ്മേ ഭക്തപ്രണശ്യതി എന്നാ പറയുന്നത്. അപ്പൊ ദേവയ്ക്ക് സഹോദരനായ കംസനെ വളരെയധികം ഭയമായിരുന്നു, അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. തൻ്റെ എത്രയോ കുഞ്ഞുങ്ങളെ അയാൾ വധിച്ചു കഴിഞ്ഞു. കൃഷ്ണനെ കുറിച്ച് എന്നും അവൾ ഉത്കണ്ഠാകുലരായിരുന്നു. പക്ഷെ ആ സമയത്ത് എല്ലാ ദേവന്മാരും തങ്ങളുടെ ഭാര്യമാരുമൊത്ത് ദേവകിയെ സന്ദർശിച്ച് പുത്രനായ കൃഷ്ണനെ കംസൻ വധിക്കുമെന്ന് ഭയം വേണ്ടെന്ന് പറഞ്ഞു. ആ ഭയം വേണ്ട എന്ന് പറഞ്ഞു സമാശ്വസിപ്പിക്കുകയാണ് ഇത്. ഇതിലൊക്കെ ലോകത്തിന്റെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി മാത്രമല്ല, വിശേഷിച്ച് യദുവംശത്തിന്റെ താല്പര്യം രക്ഷിക്കാനും കൂടിയാണ് അവിടുത്തെ ഗർഭത്തിൽ കിടക്കുന്ന കൃഷ്ണൻ അത്ഭുതകരമായിട്ടുള്ള താം അത്ഭുതം ബാലകമംബുജേഷണം എന്ന് പറഞ്ഞ അത്ഭുതകരമായിട്ടുള്ള ആ ശിശു ജനിച്ചത്. താം അത്ഭുതം ബാലകമംബുജേഷണം ചതുർഭുജം ശംഖുഗദാരിതായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുകം പീതാംബരം സാന്ദ്ര പയോധ സൗഭകം പറഞ്ഞപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തില്. ഭഗവാൻ കൃഷ്ണന് വേണ്ടി ദേവന്മാരുടെ പ്രാർത്ഥനയാണ് ഇതൊക്കെ, അല്ലേ? ഇങ്ങനെയുള്ള ഭഗവാൻ അവതരിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള വസുദേവർക്ക് രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ഭക്തി ഇതിലൂടെ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചത്. പിന്നെ നമുക്ക് അടുത്ത ആഴ്ചയിൽ അവതാരത്തെ പറ്റിയാണ്. അടുത്ത ആഴ്ച കൃഷ്ണ അവതാരമാണ്. അപ്പോൾ ആ അവതാരം നമുക്ക് ശരിക്കും മെഡിറ്റേറ്റ് ചെയ്ത് ആ അവതാരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാത്തിരിക്കാം. അപ്പോൾ അത് എല്ലാവർക്കും ശുഭരാത്രി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡിസ്കഷനോ എന്തെങ്കിലും ചോദ്യമോ ഉണ്ടെങ്കിൽ പറയാം, ചോദിക്കാം. അതാണ് എപ്പോഴും ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുള്ളതല്ലേ. മറ്റുള്ളവരുമായിട്ടുള്ള ആ ഭക്തിയുത സേവനത്തെ പറ്റിയും പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ ചെയ്യാൻ പോണ ഭക്തിയുത സേവനത്തിന്റെ കാര്യങ്ങളെ പറ്റിയുള്ള നമ്മളെ നിരന്തരമായിട്ടുള്ള ആ ഡിസ്കഷൻ കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിനെ ശുദ്ധമാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരുടെയും പാതാരബന്ധങ്ങളിൽ നമസ്കരിക്കുന്നു.
എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ, ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ.